ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിക്കുവാൻ ഒക്കെയും ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും കണ്ട് പ്രാർത്ഥിക്കുവാനും ഇതൊക്കെ ദൈവം തരുന്നൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒത്തിരി പരിഹാസങ്ങളും കളിയാക്കലും കേട്ടിട്ടും പ്രാർത്ഥിക്കാനായി ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവരുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ ഇതിഹാസം സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്, അത്ഭുതം സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്നു വരെ സംസാരിച്ചിട്ട് ഒരാളുടെയും മദ്യപാനം മാറിയിട്ടില്ല. ഞാൻ ഇന്നു വരെയും സംസാരിച്ചിട്ട് ആരുടെയും ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇന്നു വരെ സംസാരിച്ചിട്ട് ഒരു വ്യക്തി നന്നായി കുമ്പസാരിച്ചത് എനിക്ക് നല്ല പരിചയമില്ല. പക്ഷേ എന്നിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മദ്യപാനികൾ മദ്യപാനം നിർത്താൻ തുടങ്ങി. ആമേൻ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ പതുക്കെ പതുക്കെ സമാധാനത്തിലേക്ക് വരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരിക്കലും മാറത്തില്ല എന്ന് ചിന്തിച്ചവർ എങ്ങനെയൊക്കെയോ മാറാൻ തുടങ്ങി. അത് ഞാൻ സംസാരിച്ചത് കൊണ്ടല്ല, എൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല. ഞാൻ സംസാരിച്ചിട്ട് വലിയ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. പക്ഷേ എന്നിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ അവിടെ ദൈവം ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. ആമേൻ. എങ്ങനെയെന്ന് പ്രസംഗിക്കാൻ എനിക്കറിയത്തുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിവിടെ വന്നിരിക്കുന്നത് എൻ്റെ സംസാരം കേൾക്കാനല്ല, എന്നിലൂടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കണം എന്നാഗ്രഹിച്ചാണ്. പണ്ട് 100 പേര് ധ്യാനത്തിന് വരുമ്പോൾ 100 പേരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ 7 8 3 4 പേർക്ക് എന്തേലും ഒരു ദൈവം പറയുന്നത് പറയാൻ പറ്റുള്ളൂ. ബാക്കി 90 80 90ഓളം പേരോട് ഞാൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് നാളുകളായി ഞാൻ എന്നിലൊരു മാറ്റം കാണുന്നു. എനിക്ക് എന്നിൽ തന്നെ തോന്നിയ ഒരു കാര്യമാണ്, എന്തോ ദൈവം എന്നിലൂടെ സംസാരിക്കാൻ തുടങ്ങുന്നു. ആമേൻ. പല കാര്യങ്ങളും എൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല, പക്ഷെ അവരോടൊക്കെ ദൈവം സംസാരിക്കാൻ തുടങ്ങി. ദൈവം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ കാണാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാനിവിടെ നിൽക്കുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിലും ദൈവമാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് കുടുംബത്തിലിരുന്ന് ദൂരദേശങ്ങളിൽ ഒരുപാട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ കുടുംബങ്ങളിലൊക്കെ ഇരുന്ന് അവരുടെ പ്രാർത്ഥനാ മുറിയിലിരുന്ന്, ഭക്ഷണമേശയിലിരുന്ന്, അടുക്കളയിലിരുന്ന് ഒക്കെ പ്രാർത്ഥിക്കുന്നവരും കേൾക്കുന്നവരൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ. എന്നോടൊരാൾ ചോദിച്ചു, എന്താണ് സാക്ഷ്യമൊന്നും യൂട്യൂബിൽ ഇടാത്തത്? സാക്ഷ്യം എന്താ പറയാത്തത്? സാക്ഷ്യമില്ലാതെ ഇത്രയും ആളുകൾ ഈ ശുശ്രൂഷ കാണത്തില്ല. ദൈവം അനേക ജീവിതങ്ങളെ തൊടുന്നത് കൊണ്ടാണ് ഇത് അനേകർ ദിവസവും കാണുന്നത്. ആമേൻ. ദിവസവും ഈ അൽത്താരയിൽ നിന്ന് ഉയരുന്ന വചനങ്ങൾ 10 ലക്ഷത്തിലധികം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആമേൻ. ക്രൈസ്തവർ മാത്രമല്ല, മറ്റു മതത്തിലുള്ളവർ, സഭാവ്യത്യാസമന്യേ ആയിരങ്ങൾ. സഭാവ്യത്യാസം ഇല്ലാതെ ഇന്ന സഭക്കാർ മാത്രമല്ല ഇത് കാണുന്നത്. ഒരുപാട് ആളുകൾ ഒരു വ്യത്യാസവുമില്ലാതെ ഏക സത്യ ദൈവത്തെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആമേൻ. അവിടെയൊക്കെ ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ്, ഹല്ലേലൂയ, അടയാളങ്ങളാണ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒരമ്മ പറയുകയാണ്, എൻ്റെ മകൾക്ക് ഇത്ര വയസ്സായി, ഇത്ര പ്രായമായി. അവളുടെ പ്രായമുള്ള എല്ലാവരും തന്നെ വിവാഹിതരായി, അവർക്ക് മക്കളുമായി. പക്ഷെ എൻ്റെ മകൾ പറയുന്നത്, എനിക്ക് വിവാഹം വേണ്ടെന്നാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു വലിയ വേദനയാണ്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. നിങ്ങളെന്തിനാണ് പ്രാർത്ഥിക്കുന്നത്?
നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ 1-ാം ക്ലാസ്സിലായിരിക്കും, 5-ലായിരിക്കും, 10-ലായിരിക്കും. അവരുടെ കാര്യമൊക്കെ ഇപ്പോൾ ഓക്കെയാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ദൈവാനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ അവർ ഒരു ബന്ധനമായി മാറും. മക്കളൊരു ബന്ധനമായി മാറിയ വീടുണ്ട്. ഒരപ്പം പറഞ്ഞ് എൻ്റെ മക്കളായിട്ട് രക്ഷപ്പെടുമെന്നാണ് കരുതിയേ. എന്നാൽ ഇന്ന് എൻ്റെ ആ മകൻ ജയിലിലാണ്. ഇന്ന് ആ മകൻ ആ വീടിൻ്റെ ഐശ്വര്യം കെട്ടുപോകുന്നൊരു തടസ്സമായി മാറി. നമ്മുടെ മക്കൾ തലമുറ നാളെ നിങ്ങളുടെ നന്മയ്ക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തിൻ്റെ ബന്ധനമായി നിൽക്കേണ്ടവരല്ല, ആ വഴികളെ തുറന്ന് കയറി പോകേണ്ടവരാണ്. ആമേൻ. അതിനെന്തു വേണമെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ചും ആരാധിച്ചും സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനം ശ്രദ്ധിക്കൊണ്ടുവരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു വാക്യം വായിക്കുകയാണ്. 37-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. എല്ലാം വായിക്കത്തില്ല, പക്ഷേ നമ്മളിത് ശ്രദ്ധിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ ഈ വചനം പറയുമ്പോൾ ദൈവം എന്നിലൂടെ സംസാരിക്കുന്നു എന്ന നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനൊരു ഉപകരണം മാത്രമാണ്. 37-ാം അധ്യായം 5-ാമത്തെ ആ അധ്യായം എന്നറിയാമോ? ഞാൻ തന്നെ ഈ സ്ഥലത്ത് 100 പ്രാവശ്യത്തിൽ കൂടുതൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. ആ വ്യക്തിയുടെ പേരാണ് ജോസഫ്. ഇനി എന്തുവാ പ്രസംഗിക്കാനുള്ളത്? ഇനി എന്താ ഈ മനുഷ്യനെ കുറിച്ച് പറയാനുള്ളത്? ഈ 37-ാം അധ്യായവും 40-ാം അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ ഇന്നുവരെ പറയാത്തത് ദൈവം നമ്മളോട് പറഞ്ഞു തരും. ആമേൻ. നീ ഇത് പറഞ്ഞിട്ടില്ല, ഇത് നീ ഈ ജനത്തോട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. ജോസഫ് ആ വീട്ടിലെ ഒരു പ്രിയപ്പെട്ട ഒരു കൊച്ചാണ്. കൈ നീളമുള്ള ഉടുപ്പും ഒക്കെ ഇട്ട് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആളാണ്. ഈ ആൾക്ക്, ഈ ജോസഫിന് ഒരു സമയത്ത് ഒരു സ്വപ്നം ഉണ്ടായി. എന്താ ഉണ്ടായി? സ്വപ്നം. നമ്മളൊക്കെ ഉറക്കത്തിൽ കാണുന്നതിൻ്റെ പേരാണ് സ്വപ്നം. എന്നാൽ ചില ആളുകളുടെ സ്വപ്നം അവർ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, അതവരെ ജീവിപ്പിക്കാൻ കാരണമാകുന്നതാണ്. സ്വപ്നം 2 ഉണ്ട്. ചിലത് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമാണ്, ചിലത് അയാളുടെ ജീവിതം കാണിച്ചു തരും. നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം ചില സ്വപ്നം കാണിക്കും. ഈ മനുഷ്യനോട് നന്നായിട്ട് പഠിക്കാൻ പറ, ഈ മനുഷ്യനോട് ആ ഒരു പരീക്ഷ എഴുതാൻ പറ, ഈ മനുഷ്യനോട് അത് ദൈവം തരുന്ന സ്വപ്നമാണ്. ദൈവം നമ്മളോട് ചിലപ്പോൾ സംസാരിക്കുന്നത് സ്വപ്നത്തിലൂടെ. ചില ദർശനങ്ങൾ ദൈവം തരും. ഹല്ലേലൂയ. വായിക്കാം ആ 5-ാമത്തെ വാക്യം. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. ഒരിക്കൽ ഒരു ദിവസം ജോസഫിന് ഒരു സ്വപ്നം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ആ സ്വപ്നത്തെ തള്ളിക്കളയാൻ വരട്ടെ. സ്വപ്നം കൊണ്ട് രക്ഷപ്പെട്ടവനാണ് ജോസഫ്. ദൈവം തരുന്ന ഒരു സ്വപ്നം മതി ഞാൻ രക്ഷപ്പെടാൻ. ആമേൻ. മറക്കരുത്. ദൈവം തരുന്ന ഒരു കുഞ്ഞ് സ്വപ്നം മതി എൻ്റെ ജീവിതം അനുഗ്രഹമാകാൻ. ഹല്ലേലൂയ. ചുമ്മാ സ്വപ്നമാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചുരുട്ടി കളയാൻ വരട്ടെ. ആ സ്വപ്നം എൻ്റെ ജീവിതത്തിൻ്റെ പിടിവള്ളിയാണ്. സ്വപ്നം ഉണ്ടായി. അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അതൊരു തെറ്റായിപ്പോയി. എല്ലാം എല്ലാവരോടും പറയരുത്. അസൂയാലുക്കൾ കൂടി വരും, ശത്രുക്കളുടെ എണ്ണം കൂടും. ഞാൻ ഒരാളോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇന്ന രാജ്യത്ത് പോകാൻ ദൈവം ഒരുക്കുന്നുണ്ട്. അവരത് പലരോടും പറഞ്ഞു, അത് കുളവായി. നിങ്ങളോട് പ്രാർത്ഥിച്ചൊരു മനുഷ്യൻ പറഞ്ഞാൽ അത് പറയേണ്ടവരോടേ പറയാവൂ, അല്ലാതെ അത് മൈക്ക് കെട്ടി വിളിച്ചു പറയരുത്. ജോസഫ് ഈ സ്വപ്നം പറഞ്ഞ പിന്നെ സുഹൃത്തുക്കളുടെ എണ്ണമാണോ കൂടിയേ, ശത്രുക്കളുടെ എണ്ണമാണോ കൂടിയത്? ശത്രുക്കൾ. ഇത് വായിക്കുമ്പോൾ ഒരു പാഠമാണ്. അത് പറയണ്ടായിരുന്നു. ചിലതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ഇയാളോട് അത് പറയണ്ടായിരുന്നു, ഞാൻ എന്തിനാ ഇത്? ഉണ്ട്. ചിലത് പറയരുത്, ശ്രദ്ധിച്ചിട്ടേ പറയാവൂ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള ചില സീക്രട്ട് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അത് വിളിച്ചു പറയരുത്. നീ ബിസിനസ്സുകാരനാ, എല്ലാം വിളിച്ചു പറയരുത്. നിന്റെ കയ്യിൽ കുറച്ചധികം പണമുണ്ട്, വിളിച്ചു പറയരുത്. നീ കുറച്ച് നഷ്ടത്തിലാണ്, പറയണ്ട. അത് പറയേണ്ടവരുണ്ട്, അവരോട് മാത്രം അത് പറയുക. ജോസഫ് അത് വിളിച്ചു പറഞ്ഞ്, ഞാനൊരു സ്വപ്നം കണ്ടു, ഭയങ്കര സ്വപ്നമാണ്. എന്നാ കണ്ട സ്വപ്നം നോക്കൂ. നമ്മൾ പറമ്പില് നമ്മുടെ പാടത്ത്, നമ്മുടെ ആ സ്ഥലത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗോതമ്പ് ഇങ്ങനെ കൊയ്തേച്ച് കറ്റയെല്ലാം കെട്ടുകെട്ടായിട്ട് വയ്ക്കുമായിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. ഞാൻ കൊയ്തെടുത്ത് കെട്ടിവച്ച കറ്റ ആ പാടത്ത് നേരെ നിൽക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളുടെയൊക്കെ കറ്റ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സഹോദരൻ ചോദിച്ച്, നീ ഞങ്ങളെ ഭരിക്കൂന്നാണോ ഉദ്ദേശിച്ചത്? നീ വലിയ ആളാകൂന്നാണോ പറഞ്ഞു വരുന്നത്? ഇതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബ്രദറോ ഒരു അൽമായനോ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നീ രക്ഷപ്പെടും എന്ന് പറയുമ്പം അങ്ങനെ പറഞ്ഞു വിളിച്ചു കൂകി നടക്കരുത്. അത് പറയേണ്ടവരോട് പറഞ്ഞ ആ ദർശനത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് ജീവിതത്തിൽ ഒരു നന്മ വരും, അങ്ങനെ വരുമെന്ന് പറയുമ്പോൾ ഭയങ്കരമായി പറയുന്നവരുണ്ട്. പറഞ്ഞു കഴിഞ്ഞേച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കും. എന്തിനാ അസൂയ പൈസ കൊടുത്ത് മേടിക്കുന്നേ? 100 പേരെ എടുക്ക്. നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്ന 99 പേരും അല്ല. ചിലപ്പോൾ ഒരാൾ കാണുമായിരിക്കും. നിങ്ങളുടെ വളർച്ച ഇഷ്ടപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ കാണുമായിരിക്കും. 1000 പേരെ എടുക്ക്. അതിൻ്റെ പകുതി മുക്കാൽ ആൾക്കാരും നിങ്ങൾ രക്ഷപ്പെടുന്നത് എന്തോ അവർക്ക് ദഹനക്കേടാണ്, ഇഷ്ടമില്ല. അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണ്, ആ വ്യക്തിയുടെ കുഴപ്പമല്ല. മനുഷ്യൻ്റെ കുഞ്ഞു മനസ്സ് അങ്ങനാണ്. അതുകൊണ്ട് നമ്മൾ വിവേകം പാലിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് ജോസഫ് ആ സ്വപ്നം പറഞ്ഞ് നിർത്തിയില്ല. അടുത്ത വീണ്ടും ഒരു സ്വപ്നം കണ്ടു. അതാണ് 9-ാമത്തെ വാക്യം. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. വീണ്ടും ഒരു സ്വപ്നം കണ്ടു. വീണ്ടും 2-ാമത്തെ സ്വപ്നം. എന്താ സ്വപ്നം കണ്ടത്? അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. അതും പറഞ്ഞു. 2-ാമതൊരു സ്വപ്നം കണ്ടതും സഹോദരന്മാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്ന്. അതും ഭയങ്കര സ്വപ്നമാണ്. ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. സൂര്യനും ചന്ദ്രനും എത്ര നക്ഷത്രമാ? 11 നക്ഷത്രം. 11 നക്ഷത്രവും കൂടെ തല കുനിച്ചു നിൽക്ക് വണങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. 2 സ്വപ്നത്തിലും ആരാ ഉയർന്നു നിൽക്കുന്നേ? നിങ്ങളെ നോക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിച്ചൊരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടോ, എടാ നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, അത് ദൈവം നിന്നെ കേൾപ്പിച്ച സ്വപ്നമാണ്? ആമേൻ. ആണോ? പലരും അത് വിശ്വസിക്കത്തില്ല, പലരും അത് ഉൾക്കൊള്ളത്തില്ല, പലരും അംഗീകരിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കട്ടെ. നിങ്ങൾക്ക് നല്ല വീടുണ്ടാവും. എനിക്ക് എവിടെ വീടുണ്ടാവും എന്നായി പറയുന്നത്. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. എന്തുവാ അയാൾ ഈ പറയുന്നേ? അങ്ങനെ പറഞ്ഞാൽ അത് ക്യാൻസലായി പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പറയുക നിനക്കൊരു നല്ല ദൈവാനുഗ്രഹം വരും, മനസ്സിൽ പറയുക എന്നാ നടക്കാനാ, ചുമ്മാ ഇതൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പോയി, ആ അനുഗ്രഹം അവിടെ കെട്ടുപോയി, അതിനെ ഊതിക്കെടുത്തി കളഞ്ഞു. ഒരാൾ നിങ്ങളോടൊരു അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറയുമ്പം മനസ്സിലെങ്കിലും പറയണം, അത് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. ആമേൻ. അത് ആക്റ്റീവാകും. കടയിൽ നിന്ന് മേടിക്കുന്ന സിമ്മ് കവറ് പൊട്ടിച്ച് ഫോണിനകത്തിട്ട് അത് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോൾ ആ നമ്പർ ആക്റ്റീവ് ആകുന്നത് പോലെ ആ മെസ്സേജ് എന്നിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങും. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ നിയോഗം ഇടണ്ട കേട്ടോ. ഇപ്പോൾ നിയോഗം സമയത്തിട്ടോളാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരിക, ഒരു സ്വപ്നം കണ്ടു, അത് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ 10-ാമത്തെ വാക്യം, ഒരാളെ അവനെ വഴക്ക് പറഞ്ഞു, നീ ഇങ്ങനത്തെ കാര്യം മിണ്ടരുതെന്ന് പറഞ്ഞു. അതാണ് 10-ാമത്തെ വാക്യം. അവൻ ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ, അപ്പനോട് പറഞ്ഞ പ്രായത്തിൽ മൂത്ത അനുഭവമുള്ള പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, വഴക്ക് പറഞ്ഞു, നീ ഇത് എല്ലാവരോടും വിളിച്ചു പറയണ്ടെന്ന്. ഇതാണ് സത്യം. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ജോസഫിൻ്റെ അപ്പൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, മിണ്ടരുത്, നീ കണ്ട സ്വപ്നം
എല്ലാവരോടും വിളിച്ചു പറയണ്ടെന്ന് പറഞ്ഞു. ശകാരിച്ചു. അപ്പന് പറഞ്ഞാൽ പോരെ, അത് നല്ല സ്വപ്നമാണ്, കൊള്ളാം, എൻ്റെ ഈ മകനാ നാളെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നവൻ, അവൻ സ്വപ്നം കണ്ട നിനക്കെന്താടാ കുഴപ്പം, അവൻ പുള്ളിയും കൂടെ പറയണ്ടേ, സപ്പോർട്ട് ചെയ്യണ്ടേ. ആ പിതാവ് പറഞ്ഞ ആ സ്വപ്നം കണ്ടത് നീ എല്ലാവരോടും പറയണ്ട, സഹോദരന്മാരോടൊന്നും അത് പറയണ്ട. ശകാരിച്ചു, വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ നോക്കിയിട്ട് ചില കാര്യങ്ങൾ ചിലരൊക്കെ പ്രാർത്ഥിച്ചു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരോടും പറയരുത്, അത് മനസ്സിലിടുക. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. അത് കേട്ടപ്പോൾ അവളത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അവിടെ പൂട്ടിയിട്ടു. ഹൃദയത്തിൽ അവിടെ അന്നേരം തന്നെ ഒരു ഡ്രസ്സും എടുത്തൊരു ഒറ്റ പോക്കല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, നിങ്ങൾക്കറിയുമോ, ഞാൻ കേട്ടു, നിങ്ങൾക്കറിയുമോ. അത് മനസ്സിനകത്തൊരു താഴ് മേടിച്ച് പൂട്ടി താക്കോല് ഗീശയിലിട്ടു. അത് ഹൃദയത്തിനകത്ത് ഇത് പലർക്കും അറിയത്തില്ല. ഞാനും അത് ജീവിതം കൊണ്ടാണ് പഠിച്ചത്. ചിലരോട് സത്യം പറയാൻ കൊള്ളത്തില്ല, ചിലരോട് സത്യം പറയാം. ചിലരെ ചേർത്ത് നിർത്താം, ചിലരെ അകറ്റിയേ നിർത്താവൂ. അകറ്റി നിർത്തേണ്ടവനെ അടുത്ത് നിർത്തിയാൽ കുടുങ്ങും. ദർശനമുള്ളവൻ പറയും, പ്രാർത്ഥനയുള്ളവൻ പറയും, ആ കൂട്ട് ശരിയല്ല. പിന്നെ അതും നല്ല മനുഷ്യൻ, ഈ പഞ്ചായത്തിൽ അതേപോലെ നല്ലൊരു മനുഷ്യനില്ല. അവസാനം അത് അവനവൻ്റെ മേത്ത് പൊള്ളുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നേ പലരും കുടുങ്ങുന്നത്. ശ്രദ്ധിച്ചേ, ചില ദർശനങ്ങൾ പറയരുത്. അടുത്ത കാര്യം കേൾക്കാൻ പോവുകയാണ്. അടുത്താണ് പ്രധാനപ്പെട്ടത്. സ്വപ്നം കണ്ടപ്പോൾ എല്ലാം ദൈവം കാണിച്ചു തന്നതാ. നേരെ നിൽക്കുന്ന കറ്റ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വണങ്ങുന്നു. ഇതാണ് സ്വപ്നം കണ്ടത്. പക്ഷെ ജോസഫ് ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ അനുഭവിച്ചത് എന്നൊക്കെയാ. ആദ്യം അനുഭവിച്ചത് മരുഭൂമിയിലെ പൊട്ടക്കിണർ. അയ്യോ, സ്വപ്നത്തിൽ കിണറില്ലായിരുന്നു. സ്വപ്നത്തിൽ നേരെ നിൽക്കുന്ന കറ്റയും വണങ്ങുന്ന സൂര്യനും ചന്ദ്രനുമായിരുന്നു. ദൈവം എന്നെ കുഴി കാണിച്ചില്ല. കുഴിയല്ലേ കാണിക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജീവിതം കുറച്ചുകൂടെ പോകുമ്പോൾ ഒരു കുഴി, ഒരു പൊട്ടക്കിണറ്റിൽ വീഴുന്നതായി ഞാൻ കാണുന്നു, അതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? സ്വർഗത്തിലെ ദൈവം സ്വപ്നം കാണിച്ചപ്പം കുഴി കാണിച്ചു കൊടുത്തില്ല. കാണിച്ചു കൊടുത്തത് നാളുകളിൽ നീ എത്താൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് കാണിച്ചു കൊടുത്തത്. പക്ഷെ പോകാനുള്ള വഴി മുഴുവൻ കേടാണ്, കുഴിയാണ്. ജീവിതത്തിൽ ചില ദർശനങ്ങൾ ചിലരോട് പറയുമ്പം നിങ്ങളും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് കുഴിയായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് പറയരുത്, എവിടെ നടക്കാനാ, പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, എന്നെ ഞാൻ അങ്ങ് സൂര്യനും ചന്ദ്രനും ഒക്കെ ആരാധിക്കുന്ന അത്രയും നിലയിൽ ഞാൻ എത്തും എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് പൊട്ടക്കിണറാണ്. പറയരുത്. ദൈവം ചിലപ്പോൾ നിനക്കൊരു ദർശനം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനറിയാം നിന്നെ അവിടെ എത്തിക്കാൻ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള റൂട്ടിനകത്താണ് നമ്മൾ കയറി നിൽക്കുന്നത്. അങ്ങനെ റൂട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ദൈവം കാണിച്ച വിജയത്തിലേക്ക്, ഒരുക്കുന്ന നന്മയിലേക്ക് നിങ്ങളും ഞാനും യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വാക്ക് ഒന്ന് കടമെടുത്ത് പറയട്ടെ. കഴിഞ്ഞ ദൈവം നിനക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു മനസ്സിനകത്ത് ചിന്തിച്ചിട്ട് പോലുമില്ല. ജോസഫ്, നിങ്ങൾ ചിന്തിച്ച് എല്ലാവരും ശ്രദ്ധിച്ചേ, ജോസഫിനെ എന്താ കാണിച്ചു കൊടുത്തത്? പാടത്ത് ഉയർന്നൊരു കറ്റ നിൽക്കുന്നു, വലിയ സംഭവങ്ങളൊക്കെയാ, വലിയ സ്വപ്നങ്ങളാണ് കാണിച്ചു കൊടുത്തത്. ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവമേ എന്താ ആ കുഴി കാണിച്ചു കൊടുക്കാഞ്ഞേ? അനുഭവിച്ചത് മുഴുവൻ കഷ്ടകാലമാണ്. ജോസഫ് സഹോദരന്മാരെ കാണാൻ പോയപ്പം ദൂരെ നിന്ന് കണ്ടപ്പോഴേ, ആ മട്ടും ഭാവവും കണ്ടപ്പോഴേ മനസ്സിലായത് എന്തോ പന്തികേടുണ്ടെന്ന്. നല്ല ഉദ്ദേശമല്ലായിരുന്നു. അവര് ജോസഫിനെ കണ്ടപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവനെ നമുക്ക് തല്ലിക്കൊന്ന് ഈ കിണറ്റിനകത്തിടാം, ഇവന്റെ സ്വപ്നത്തിന് എന്നാ പറ്റൂ നോക്കാം. ഇന്നും അങ്ങനെ പറയുന്നവരുണ്ട്. ഇവനെതിരെ നമുക്ക് പല പണികൾ ഒപ്പിക്കാം, ഇവൻ എന്നാ പറ്റൂ നമുക്ക് നോക്കാം, ഇവൻ വലിയ ആളാ നമുക്ക് നോക്കാം. ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെ തകർക്കാൻ പോകരുത്, സ്വയം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഓർക്കണം, മറ്റുള്ളവരെ തകർക്കാൻ പോയിട്ട് തകർന്നു പോയവർ ഒരുപാടുണ്ട് നമ്മുടെ ഓർമ്മയിൽ തന്നെ. തകർക്കാൻ പോയതാ. മറ്റുള്ളവരെ തകർക്കാൻ പോകാതെ
സ്വയം തകർന്നു പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആമേൻ. ഇത്രയും ചെയ്താൽ മതി. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവൻ തകരാണ്ട് ഒന്നും ചെയ്യണ്ട. ഞാൻ തകർന്നു പോകാതിരിക്കാൻ ഒരു ചെറിയ ശ്രദ്ധയും പ്രാർത്ഥനയും മാത്രം മതി. നിങ്ങൾക്കൊരാളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. സ്വയം തോൽക്കാതെ നോക്കിയാൽ മതി. മറ്റുള്ളവരെ തോൽപ്പിക്കാൻ പോയിട്ട് പലരും തോറ്റിട്ടേ ഉള്ളൂ. ഈ ബൈബിൾ വായിച്ചു നോക്കണം. സഹോദരന്മാർ ജോസഫിനെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് ആരാ തോറ്റെ? തോൽപ്പിക്കാൻ പോയവർ ഒരു നേരത്തെ ആഹാരത്തിന് കൈ നീട്ടേണ്ട ഗതികേട് വന്ന് തീർന്നിട്ടില്ല. ജോസഫ് കണ്ട സ്വപ്നത്തിൽ മരുഭൂമിയിലെ കിണർ ഇല്ലായിരുന്നു. ഇനി ജോസഫിന് കിട്ടിയത് അവന്റെ ദേഹത്തൊരു നീളമുള്ള ഉടുപ്പുണ്ടായിരുന്നു. അതാരാ വലിച്ചു കീറിയത്? സിംഹമാണോ കടുവയാണോ? ഒരേ ചോരയിലുള്ള സഹോദരന്മാരാണോ? സഹോദരന്മാർ. പ്രതീക്ഷിക്കാത്തവർ നമ്മളെ വലിച്ചു കീറും കേട്ടോ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇവനൊന്നും എന്നോട് ഇതൊക്കെ ചെയ്യൂന്ന്. അങ്ങനൊന്നുമല്ല, ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല എൻ്റെ കൂടെ നിന്ന് ഈ പണി ചെയ്യൂന്ന്. കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ജോസഫിന്റെ വസ്ത്രം വലിച്ച് കീറിയതുപോലെ ചിലതൊക്കെ ജീവിതത്തിൽ നിന്ന് വലിച്ച്, നിങ്ങൾക്കറിയുമോ, ചിലരൊക്കെ ഫോണിലൂടെ ചില മെസ്സേജ് അയച്ചിട്ട് പലരുടെയും കുടുംബജീവിതം വലിച്ചു കീറി കളഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ ഇല്ലാത്തതും ഉള്ളതും എഡിറ്റ് ചെയ്തും മോർഫ് ചെയ്തതുമായ പലതും പല ഫോണുകളിലേക്കും വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലൊക്കെ അയച്ച് പലരുടെയും ജീവിതം കീറിക്കളഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഏതൊക്കെയോ നാടുകളിൽ ഒളിച്ചും പാത്തും പതുങ്ങിയും മനുഷ്യരെ പേടിച്ചും ജീവിക്കുക. വസ്ത്രം വലിച്ചു കീറിയതുപോലെ ജീവിതം വലിച്ചു കീറിയവരുണ്ട്, കുടുംബം വലിച്ചു കീറിയവരുണ്ട്, ഭാവി വലിച്ചു കീറിയവരുണ്ട്. ഈ വലിച്ചു കീറാൻ വരുന്നവർക്ക് അത് മാത്രം നോക്കിയാൽ മതി. ജോസഫിന്റെ സഹോദരന്മാർ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചിന്തിക്കുന്നില്ല എൻ്റെ ജീവിതം വലിച്ചു കീറി കളഞ്ഞത് അവരാ? എൻ്റെ ജീവിതം എനിക്ക് നല്ല നിലയിൽ എത്തേണ്ട ഞാനാ, പക്ഷെ അത് വലിച്ചു കീറി കളഞ്ഞു. ചിലർ പറയും എൻ്റെ പ്രാർത്ഥനാ ജീവിതം വലിച്ചു കീറിപ്പോയി, എനിക്കുള്ള അഭിഷേകം പോയി, എനിക്കുള്ള അനുഗ്രഹം പോയി. എന്തു ആകട്ടെ, ദൈവം നിന്നെ പുതിയതൊന്ന് ധരിപ്പിക്കും, പുതിയതൊന്ന് ധരിപ്പിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. ജോസഫ് കണ്ട സ്വപ്നത്തിൽ പാടത്ത് നേരെ നിൽക്കുന്ന കറ്റയുണ്ടായിരുന്നു, സൂര്യനും ചന്ദ്രനും ഉണ്ടായിരുന്നു. പക്ഷേ വസ്ത്രം വലിച്ചു കീറിയ സഹോദരന്മാരെ സ്വപ്നത്തിൽ കാണിച്ചില്ലല്ലോ, പൊട്ടക്കിണറ് കാണിച്ചില്ലല്ലോ. സ്വപ്നമൊക്കെ വലുതാ, ദർശനവും വലുതാ, പക്ഷെ യാത്ര ദുഷ്കരമാണ്. പക്ഷെ ദൈവമാണ് നിന്നെ അത് കാണിച്ചതെങ്കിൽ, ദൈവമാണ് അത് നിന്നിൽ തോന്നിപ്പിച്ചതെങ്കിൽ, നീ അങ്ങോട്ടുള്ള യാത്രയിൽ പുറകോട്ടല്ല മുന്നോട്ട് തന്നെയാണെന്ന് മനസ്സിന്റെ അകത്ത് വിശ്വസിച്ചു കൊള്ളുക. ആമേൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ എവിടെയും എത്താതിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നീ എവിടെയും രക്ഷപ്പെടാതിരിക്കാൻ പണിയെടുക്കുന്നവരുണ്ട്. പക്ഷെ അവരുടെ മുഖം ഉണ്ടല്ലോ വളരെ ചിരിച്ചാണ്, ഭയങ്കര വർത്താനമാണ് അവർക്ക്. നമ്മളോട് ഒത്തിരി പേര് പറയും, പുള്ളിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കടേ, നീ പോടാ അവിടുന്ന്. അവനെയോ, പുള്ളി ചങ്കായിട്ട് നിൽക്കുന്ന ആളാണ്, നീ ആ മനുഷ്യനെ കുറ്റം പറയരുത്. ആയിക്കോട്ടെ. ഒരു കാര്യമുണ്ട്, പിശാച്, ശ്രദ്ധിച്ചേ, പിശാച് ഒരാളെ തകർക്കാൻ ഉപയോഗിക്കുന്നത് മറ്റൊരു മനുഷ്യനെ ആയിരിക്കും. ആണോ അല്ലയോ? നിങ്ങളുടെ കമ്പനിയെ പൂട്ടാൻ പിശാച് നിൽക്കുന്നത് ഒരു മനുഷ്യനെയൊക്കെ ആയിരിക്കും പിശാച് സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുവരണേ. അവൻ്റെ മുഖമോ വളരെ കളർഫുൾ, സംസാരം, ബുദ്ധി എല്ലാം മിടുക്കൻ, എല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കും. അവസാനം അവനെ കൊണ്ട് കുടുങ്ങും. പലതും പൂട്ടിയതും തകർന്നതും ഒക്കെയും ഇങ്ങനാണ്. ഒരു കാര്യം കേട്ടെ, പ്രാർത്ഥനയുള്ളവനും ദർശനമുള്ളവനും അടുത്തു വന്ന് കൂടുന്നവന്റെ അന്തരംഗം തിരിച്ചറിയും. ആമേൻ. അതെനിക്കറിയാം. അടുത്തു വന്ന് ചിരിച്ചും കളിച്ചും കൂടുന്നവന്റെ അകത്തെ ചലനം അവന്റെ വായിലൂടെ വരുന്ന 5 വാക്കിലൂടെ പിടികിട്ടും. എൻ്റെ ഉദ്ദേശം എന്നാ ഉദ്ദേശിച്ചാ വന്ന് കൂടിയിരിക്കുന്നതെന്ന്. ഇത് തിരിച്ചറിയാൻ കഴിയുന്നവരാകണം നിങ്ങളും. ചിരിക്കുന്നവരെ എല്ലാം വിശ്വസിക്കരുത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാകത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഇതൊരു ദർശനമാണ്. നോക്കൂ, ജോസഫ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എൻ്റെ ഒരേ വീട്ടിൽ ജനിച്ച എൻ്റെ സഹോദരന്മാരാണ്
എൻ്റെ വസ്ത്രം വലിച്ചു കീറി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും പൊട്ടക്കിണറ്റി കൊണ്ട് ഇടുമോ? ഒരു നായ്ക്കുട്ടീനെ കൊണ്ടുപോയി നമ്മൾ ഇടുമോ? നമുക്ക് അതിനോട് പോലും ഒരു സഹതാപമില്ലേ? അതിനെപ്പോലും നമ്മളൊരു കിണറ്റിക്കൊണ്ട് ഇടത്തില്ല. എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് ഇഷ്ടമില്ലേ, എവിടെയെങ്കിലും വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കത്തുള്ളൂ. എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് വയ്ക്കും. ഒരു പട്ടിയോയോ പൂച്ചയോ ഒരു നായ്ക്കുട്ടിനെ പോലും നമ്മൾ വണ്ടി പോയി ഇടിപ്പിക്കത്തില്ല. നമ്മൾ വണ്ടി അവിടെ നിർത്തും. ആ മൃഗം പോയതിന് ശേഷം നമ്മൾ പോകത്തുള്ളൂ. റോട്ടിലൊരു ഒരു പക്ഷി നടന്നു പോവുകയാണെങ്കിൽ പോലും നമ്മൾ മാറി ഒരു ജീവനെ കളയത്തില്ല. അപ്പോഴാണ് അന്നത്തെ സഹോദരന്മാർ ഇവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടത്. സ്വപ്നത്തിൽ ദൈവം എന്താ കാണിച്ചു കൊടുക്കാൻ? എനിക്ക് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കർത്താവേ, ദൈവമേ, സ്വപ്നം കാണിച്ചപ്പം ജോസഫിനെ ആ കുഴിയും ആ സഹോദരന്മാരുടെ അന്തരംഗം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു? പുള്ളിക്കൊന്ന് ശ്രദ്ധിക്കായിരുന്നല്ലോ. സ്വപ്നത്തിൽ കാണിച്ചത് മുഴുവൻ ഉയർച്ചയെ നന്മയാ, കിട്ടിയത് മുഴുവൻ. പിന്നെ ജോസഫ് മുന്നോട്ട് പോയപ്പോൾ പൊത്തീഫറിന്റെ ഭാര്യ ഒരു കേസ് കൊടുത്തു. സ്ത്രീ പീഡന കേസാണ്. ആ വ്യക്തിയെ പൊത്തീഫറിന്റെ ഭാര്യയെ ഉപദ്രവിച്ചു എന്ന്. നാട്ടിലെ പ്രമാണിയാണ് അദ്ദേഹം, നാട്ടിലെ ഒരു പ്രമുഖനായ ആളാണ്. കേസ് നിസ്സാരമല്ല. അന്നത്തെ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസായത്. ആളെ പിടിച്ച് ജയിലിലിട്ടു. ആയകാലം ജയിലിൽ കിടക്കേണ്ടവനാണ്. സ്വപ്നം കാണിച്ചപ്പോൾ ജയിൽ കാണിച്ചില്ല, സ്വപ്നം കാണിച്ചപ്പോൾ കുഴി കാണിച്ചില്ല, സ്വപ്നം കാണിച്ചപ്പോൾ ഉടുപ്പ് കീറിക്കൊണ്ടു പോകുന്നത് കാണിച്ചില്ല, സ്വപ്നം കാണിച്ചപ്പോൾ അവിടെ അടിമയായി നിൽക്കുന്നത് കാണിച്ചില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കാണാൻ പറ്റും എന്ത്? പ്രതീക്ഷിക്കാത്തതൊക്കെയും ജീവിതത്തിൽ വന്നപ്പോഴും അത്ഭുതകരമായി നയിച്ച ദൈവം ആ വ്യക്തിയെ ഭരണാധികാരിയുടെ കസേരയിൽ ഇരുത്തിയത് ഈ മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ കൗൺസിലറിന് അടുത്ത് പോയി, അല്ലെങ്കിൽ ഇന്നയാളുടെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു മക്കൾ രക്ഷപ്പെടും. അപ്പോൾ നമ്മൾ ഉടനെ ചിന്തിച്ചു, രക്ഷപ്പെടാനോ? ഒരു ലോണ് പോലും കിട്ടൂല, എനിക്ക് ഒരു പറമ്പില്ല, വീടില്ല, ഞാൻ രക്ഷപ്പെടുമെന്ന് എങ്ങനെയാണാവോ? ദർശനം ദൈവം തരുമ്പോൾ മുന്നിലുള്ളത് കുഴിയും ജയിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളാണേലും ദൈവത്തിനറിയാം നിന്റെ ഏത് കുഴിയുടെ മുകളിൽ കൂടെയും കൊണ്ടുപോയി നിന്റെ ജീവിതത്തെ ഒരു ഇതിഹാസമാക്കാൻ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചിലർ പറയുന്നത് എനിക്ക് സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം വലിച്ചു കീറിക്കൊണ്ട് പോയി. എനിക്ക് ഭയങ്കര സംഭവം ഉണ്ടായിരുന്നു, ഞാൻ വലിയ ആളായിരുന്നു, പക്ഷെ എല്ലാം പോയി. സാരമില്ല. ജോസഫിന്റെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഒരു വസ്ത്രമാണ് വലിച്ചു കീറിക്കൊണ്ടുപോയതെങ്കിൽ ദൈവം അവനെ അണിയിച്ച വസ്ത്രമാണ് പട്ടുവസ്ത്രം. അവന്റെ കയ്യിലൊരു മോതിരം, ഒരു ചെരുപ്പ്, അവന്റെ ജീവിതം തന്നെ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ജോസഫ് ഈ പുസ്തകത്തിന്റെ 42-ാം അധ്യായത്തിൽ, എല്ലാവരും കേൾക്കണം, 41-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഫറവോ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിന്റെ വിരലിലേക്ക് ഇട്ടുകൊടുത്തു. സ്വപ്നത്തിൽ വിചാരിച്ചായിരുന്നോ ഇങ്ങനെ ഒരു മോതിരം വന്ന് കയറുമെന്ന്? ഇപ്പോൾ ഞാൻ കിടക്കുന്നത് ഒരു പൊട്ടക്കിണറ്റിലും ജയിലിലുമാണ്. എവിടെ വരാനാ എൻ്റെ കയ്യിൽ? ചുമ്മാ ഒരു മോതിരമല്ല, അധികാരത്തിന്റെ അടയാള ചിഹ്നമുള്ള മോതിരം കൈവിരലിലോട്ട് കയറി വന്ന്. ശ്രദ്ധിച്ചേ, ചിലതൊക്കെ ജീവിതത്തിലേക്ക് കയറി വരും ഈ മോതിരം കയറി വന്ന പോലെ. നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല പിന്നെ എനിക്കൊന്നും അങ്ങനെ വരാൻ സാധ്യതയില്ല. ദൈവം നിന്നെ അത്ഭുതമാക്കും, അല്ല ഇതിഹാസമാക്കും. ജോസഫിന്റെ കയ്യിൽ ഒരു മോതിരം കയറി വന്നു. പിന്നെ എഴുതിയിട്ടുണ്ട്, അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. പട്ടുവസ്ത്രങ്ങൾ അവൻ ഇട്ടു എന്നല്ല, അവനെ ഒരാൾ ധരിപ്പിച്ചു, അവനെ ഇടിവിച്ചു, അവൻ അതിനകത്തായി. അടുത്തത്, കഴുത്തിൽ ഒരു സ്വർണ്ണമാല ഇടുകയും ചെയ്തു. കഴുത്തേല് അടിമയായി അടിവസ്ത്രം മാത്രം വിട്ട്, അടിവസ്ത്രം മാത്രം ധരിച്ച് പട്ടണത്തിന്റെ അപ്പുറത്തെ കോണിൽ നിന്നവനാ, കിണറ്റി കിടന്നവനാ. ഇപ്പൊ സ്വർണ്ണമാല ഇട്ടാ നിൽക്കുന്നത്. സ്വർണ്ണമാലയിട്ട് അങ്ങനെ നിർത്തൂന്നൊരു ദർശനം പണ്ട് കൊടുത്തതാ. പക്ഷെ ഇപ്പോ എന്ത് കുഴിയൊക്കെ ഉണ്ടായാലും, എന്ത് ജയിലിൽ കൂടെ പോകേണ്ടി വന്നാലും, ഇല്ലാ കഥകൾ കേൾക്കേണ്ടി വന്നാലും, ഇന്ന് ആ ദർശനത്തെ കണ്ട പോലെ സൂര്യനും ചന്ദ്രനും പോലും തലകുനിച്ച് ആരാധിക്കുന്ന വിധത്തിൽ ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ച് സ്വർണ്ണമാലയൊക്കെ ഇട്ട് നിൽക്കുക ഇന്ന് ജോസഫ്. അടുത്തതോ, അവൻ തന്റെ 2-ാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. ഇങ്ങനെ ഒരു നല്ല കാലം വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ജോസഫിന്റെ ജീവിതത്തിൽ സംഭവം നടന്നു പറയാനല്ല, ഇതെൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരും ഇതുപോലെ അനുഭവങ്ങൾ. ഇനിയിപ്പോൾ നിങ്ങളോട് അടുത്ത ശുശ്രൂഷയ്ക്ക് ഒരുക്കമായിട്ടൊരു കാര്യം പറയുവാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു യോഹന്നാൻ്റെ സുവിശേഷത്തിലെ
4-ാം അധ്യായത്തിലെ ഒരു കാര്യം ഞാൻ ഇന്നലെ വന്നവരോട് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ ആ വാക്യം ഇവിടെ ഒത്തിരി പേർക്ക് സൗഖ്യമാണ്, ഒത്തിരി പേർക്ക് അനുഗ്രഹമാണ്. അതുകൊണ്ടത് പറയുവാണ്. ഒത്തിരി പേർക്ക് അനുഗ്രഹം അത് പറയുകയാണ്. യേശുവും സമറിയാക്കാരി സ്ത്രീയും 2 പേരാണ്. സംഭവം എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനഃപ്പാഠമായിട്ടതറിയാം. എൻ്റെ പ്രസംഗം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഒരു കുഞ്ഞു നിമിഷം എനിക്ക് ഈ വചനത്തിന് വേണ്ടി സമർപ്പിക്കണം. യേശു ഒരു സ്ഥലത്ത് ഒരു കിണറിൻ്റെ സൈഡിൽ പോയി നിൽക്കുവാണ്. എവിടെയാണ്? വെള്ളമുള്ളൊരു കിണർ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ, ഒരു സമറിയാക്കാരി സ്ത്രീ അവിടെ വെള്ളം കോരാൻ വേണ്ടി വന്നു. അപ്പോൾ അപ്പുറത്ത് നിന്ന യേശു വെള്ളം കോരാൻ വന്ന സ്ത്രീയോട് ചോദിച്ചു, വിരോധമില്ലെങ്കിൽ ഒരല്പം കുടിക്കാൻ ഇച്ചിരി വെള്ളം വേണം. ആ സ്ത്രീ അന്നേരെ മുഖത്ത് നോക്കി ചോദിച്ചു, നീ യഹൂദനാണ്? നിൻ്റെ മുഖം കണ്ടാൽ അറിയാം. ഞാൻ സമറിയാക്കാരിയാണ്. നമ്മൾ രണ്ട് മതമാണ്. ഞങ്ങൾ സമറിയ അതാണ് നമ്മൾ പറയില്ലേ, ഞങ്ങൾ RC ആണ്, നിങ്ങൾ LC ആണ്. നമ്മൾ പറയണത് പോലെ അവൻ അവിടെയാ, അവൻ അപ്പുറത്തെ പള്ളിയിൽ പോകുന്നവനാ, എന്തോ പ്രശ്നമുള്ളതുപോലെയാ. ആ സ്ത്രീ പറഞ്ഞ്, എൻ്റെ മോൻ കണ്ടാൽ അറിയാം, യഹൂദനാന്ന് തോന്നുന്നു. ചോദിച്ചേ, യഹൂദനായിരിക്കെ എന്നോടാണോ കുടിക്കാൻ ചോദിക്കുന്നത്? അങ്ങനെ ഒരു പതിവില്ല. അപ്പോൾ യേശു പറഞ്ഞു, നീ ഈ കിണറ്റിൽ കിടക്കുന്ന വെള്ളം ഈ കയറൊക്കെ ഉപയോഗിച്ച്, പാത്രം ഉപയോഗിച്ച് കോരിക്കോ. അത് കുടിച്ചാൽ വീണ്ടും നിനക്ക് ദാഹം വരും, വീണ്ടും ഇവിടെ വരേണ്ടി വരും. എന്നാൽ ഞാൻ നിനക്കൊരു ജലം, ജീവൻ്റെ ജലം, അത് കുടിച്ചാൽ നിനക്ക് ദാഹിക്കത്തില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ വാക്ക് പെട്ടെന്ന് നമുക്ക് തോന്നും, ഒരു കൊള്ളിച്ച് പറഞ്ഞ പോലെ തോന്നും. എന്നാൽ അതിങ്ങ് തന്നേരെ, എനിക്ക് ഈ ബെടാപ്പാട് പെടേണ്ട കാര്യമില്ലല്ലോ, ഈ പാത്രമായിട്ട് കിണറ്റി വന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ടല്ലോ, എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, കാര്യം വളരെ എളുപ്പമായി എന്ന് ആ സ്ത്രീ യേശുവിനോട് പറഞ്ഞു. ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ വെള്ളം, ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കത്തില്ല. നിന്റെ പ്രശ്നത്തിനത് ശാശ്വത പരിഹാരമാ. ഏതാ വെള്ളം? നിങ്ങളിപ്പോൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, ദൈവ കാണിച്ച ജീവന്റെ ജലമാണ്. ആമേൻ. ഇത് നീ വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ അത് നിന്റെ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, ഉത്തരമില്ലാത്ത വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരമായി മാറുന്ന വെള്ളമാണിത്. ആമേൻ. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവാണ്, അത് ഈ ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ യേശു ആ സ്ത്രീയോട് പറഞ്ഞു, ഹസ്ബൻഡ് എവിടെയാ? ഭർത്താവുണ്ടോ? എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ്, സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. പാസ്റ്റ് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. നിനക്ക് എത്ര? 5 കല്യാണം കഴിച്ചതാ നീ. 5 കല്യാണം കഴിച്ചവർ ഈ പഞ്ചായത്തിലില്ല, എൻ്റെ അറിവിലില്ല. 5 കല്യാണം കഴിച്ചിട്ട് 5ഉം വിജയിച്ചില്ല, 5ഉം വിവാഹമോചനമായി. അത്രയും തകർന്ന ആരെങ്കിലും ഈ പഞ്ചായത്തിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളവരൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോഴേ നമ്മൾ അവിടെ അടക്കം പറയും, 5 കല്യാണം കഴിച്ച ഒരു പെണ്ണുങ്ങളാ പോടേന്ന്. നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച്, നമ്മുടെ നാട്ടിലാ അങ്ങനെ ഒരാളെങ്കിൽ ആ പുള്ളി ചിലപ്പോൾ സ്ഥലം വിറ്റ് ആന്ധ്രയ്ക്ക് പോയി കളയും, ബീഹാറിലൊക്കെ പോകും. ഇവിടെ ജീവിക്കാൻ പറ്റൂല. ഇവിടെ നമ്മൾ ബസ് കയറാൻ പറ്റൂല, റേഷൻ മേടിക്കാൻ പറ്റൂല, കടയിൽ പോകാൻ പറ്റൂല, ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ നോക്കും. ആകെ ഇവിടെ ജീവിക്കാൻ പറ്റൂല. ആന്ധ്രയിൽ, ഈ രാജ്യത്ത് പറ്റൂല, അല്ല ഈ നാട്ടിൽ, ഈ സംസ്ഥാനത്ത് പറ്റൂല. നമ്മൾ കർണാടകയ്ക്കോ ആന്ധ്രയ്ക്കോ പോയി ഒളിച്ച് ജീവിക്കാൻ തീരുമാനിക്കും. അത്രയും തകർന്ന എൻ്റെ പരിചയത്തിൽ ആരുമില്ല, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ താമസിക്കുന്നത് ലീവിങ് ടുഗദറാണ്, വേറൊരാളുടെ കൂടെയാണ്. യേശു ചോദിച്ചു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ ചിന്തിച്ചു, ഇതെങ്ങനെയാ ഈ യഹൂദൻ അറിഞ്ഞ്? അവിടെ ആ വ്യക്തി ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് അടുത്ത വാക്കാണ് യേശു പറഞ്ഞു, ഇപ്പോൾ നീ ഒരാളുടെ കൂടെയാണ് താമസിക്കുന്നത്. ആ വ്യക്തിയെ നിന്നെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല,
ആ ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവ് അല്ലതാനും. ആ സ്ത്രീ അന്നേരെ യേശുവിനെ വിളിച്ചത്, നീ ഒരു പ്രവാചകൻ. എന്താ വിളിച്ചെന്നറിയാമോ? അപ്പം അതിനെ ഇത്രയും പറഞ്ഞ് നിർത്തുവാണ്, അതല്ല പ്രസംഗിക്കുന്നത്. ഈ സ്ത്രീക്ക് മനസ്സിലായി, എൻ്റെ ഇന്നലകളും ഈ യഹൂദനറിയാം, ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥയും ഈ മനുഷ്യനറിയാം. അങ്ങനെയെങ്കിൽ അടുത്ത വാക്കാണ്, എൻ്റെ നാളുകളും ഈ യഹൂദനറിയാം. ആ യഹൂദന്റെ പേരാണ് യേശു ക്രിസ്തു. ആ ദൈവത്തെയാ, ഏത് ദൈവത്തെ? എൻ്റെ ഇന്നലകൾ അറിയുന്ന, എൻ്റെ നിലവിലെ പ്രസന്റ് സിറ്റുവേഷൻ അറിയുന്ന, ഇവിടെ നിന്ന് എന്നെ രക്ഷിച്ചെൻ്റെ നാളുകൾ അറിയുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ അടുത്തേക്കാ വണ്ടിക്കാശും കൊടുത്ത് കഷ്ടപ്പാട് സഹിച്ച് മഴയും കൊണ്ട് വണ്ടി ഓടിച്ച് ട്രെയിനിലും കയറി ഇവിടെ വന്നത്. ഇത് ചിലപ്പോൾ കേൾക്കാനായിരിക്കും. എന്നെ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ അവിടെ വച്ച് ആ സ്ത്രീ കണ്ടു. എന്നിട്ട് വെള്ളം കോരി കൊടുത്തേച്ച് വീട്ടിൽ പോയി എന്നല്ല, ആ കുടം, വെള്ളം കോരാൻ വന്ന കുടം ആ കിണറിൻ്റെ സൈഡിലേക്ക് വച്ചേച്ച് പട്ടണത്തിലേക്ക് ഒരൊറ്റ ഓട്ടം. പട്ടണത്തിലേക്ക് ഓടിയത് എൻ്റെ ജീവിതത്തെ കളഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് പറയാനല്ല, തകർന്നു പോയ, പരാജയപ്പെട്ടു പോയ, 5 കല്യാണം കഴിച്ചതും ഇതേലും രക്ഷപ്പെടുമെന്ന് ഓർത്താ. ഓരോ കല്യാണം കഴിച്ചപ്പോഴും ഓർത്തു, ഇതെങ്കിലും നല്ല ഒരു ജീവിതമായിരിക്കും. 5ഉം പൊളിഞ്ഞു പോയി. 5 സാഹചര്യങ്ങളും ചില്ല് കൊട്ടാരം പോലെ, ചീട്ട് കൊട്ടാരം പോലെ പൊടിഞ്ഞു പോയി. എന്നിട്ട് എന്തേലും ആട്ടെ എന്ന് വിചാരിച്ച ഒരാളുടെ കൂടെ ജീവിച്ചങ്ങ് പോവുക. അപ്പോഴാണ് അറിഞ്ഞത്, ജീവിതത്തെ രക്ഷിക്കുന്ന ഒരു യഹൂദനെ പറ്റി നീ ഒരു പ്രവാചകനാണ്. ആ ദൈവത്തെക്കുറിച്ച്, അറിഞ്ഞ ദൈവത്തെക്കുറിച്ച് പട്ടണത്തിൽ പറയാൻ വേണ്ടി ഓടി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ഇന്ന് കേൾക്കുന്ന വചനം ഫോണിനകത്തു കേട്ടേച്ച് ആ വിരലുകൊണ്ട് അപ്പുറത്തെ ഫോണിലേക്ക് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ഇല്ലേ? നമ്മൾ പറയും അസൂയുള്ള മനസ്സുണ്ട്. ചിലർ പറയില്ലേ, നീ ഇങ്ങനെ വചനം കേട്ടിരുന്നോ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറയുന്നവരുണ്ട്. പള്ളിയിൽ പോകുന്നവരെ കളിയാക്കുന്നവരുണ്ട്. ആരാധനയ്ക്ക് പോകുന്നവർ വിമർശിക്കുന്നവരെ കുറിച്ചൊരു വാക്ക് പറയട്ടെ. അവർക്ക് ഈ ആരാധനയ്ക്ക് പോകുന്നതിനുള്ള വിഷമമൊന്നുമല്ല, നീ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുവോ എന്നൊരു അസൂയ, ഒരു പേടി അവർക്ക് കിടക്കുന്നുണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കും. സത്യമാണ്. പ്രാർത്ഥിക്കാൻ പോകുന്നവനെ അപ്പുറത്തെ വീട്ടുകാർ കളിയാക്കി ചിരിക്കുന്നതേ ഉള്ളിൻ്റെ ഉള്ളിൽ, ഇവൻ പ്രാർത്ഥിച്ച് ഇവൻ്റെ പിള്ളേരെങ്ങാനും അങ്ങ് പോവുമോ, എൻ്റെ പിള്ളേരൊക്കെ രക്ഷപ്പെട്ട് പോവോ, നാളെങ്ങാനും ഇവൻ വലിയ വീട് വെക്കുമോ, അസൂയ കൊണ്ടാ ചുമ്മാ എറിയണേ. നല്ല മനസ്സുള്ളവൻ കളിയാക്കുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ പ്രാർത്ഥിക്കട്ടെ, അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കട്ടെ എന്ന് വെക്കും. ഈ പുറകിൽ നിന്ന് കുത്തുന്നതേ നമ്മൾ മുന്നിലായോണ്ടാണ്. അത് മറക്കരുത്. നമ്മൾ ആരുടെയൊക്കെ മുന്നിലായോണ്ടാണ് ഇമാരെല്ലാം ഈ പുറകിൽ നിന്ന് കുത്തുന്നത്. പുറകിൽ നിന്ന് കുത്തുന്നവരെ ഓർത്ത് നന്ദി പറഞ്ഞാൽ മതി, നമ്മൾ മുന്നിലാണെന്നാ. പുറകിൽ നിന്ന് കുത്തും, നല്ല സൂചിക്ക് കുത്തും, ചാക്ക് സൂചി കൊണ്ട് കുത്തും, കത്തിക്കും കുത്തും. നമ്മൾ മുന്നിലാന്ന് കൂട്ടിക്കോ. പുറകെ നിൽക്കുന്നവനെ മുന്നിൽ കുത്താൻ പറ്റുമോ? ഇല്ല. കത്തി തിരിച്ചു പിടിക്കണം. നമ്മൾ മുന്നിലാണ്. നോക്കൂ, ആ സ്ത്രീ പട്ടണത്തിൽ ചെന്ന് അനേകരെ കൂട്ടിക്കൊണ്ടു വന്നു. അനേകരെ ദൈവത്തെ കൊടുക്കുന്ന ഒരു ഇതിഹാസമായി മാറി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ എൻ്റെ ഇന്നലകളും ഇന്നും നാളെയും അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നിങ്ങളിവിടെ ആയിരിക്കുന്നത്, നിങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നത്. ഞാനൊരു വചനം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വേഗം കൊണ്ടുവരുവാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യം. അതിന്റെ ഹെഡിങ് ആദ്യം ഒന്ന് വായിച്ചേച്ച് വേഗം ഒന്ന് പറഞ്ഞേ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. ആരെയാ സുഖപ്പെടുത്തിയത്? തളർവാദ രോഗി. എനിക്ക് ഒരു തളർവാദവും ഇല്ല, പക്ഷെ എൻ്റെ മനസ്സുണ്ടല്ലോ തളർന്നാ കിടക്കുന്നേ. ശരീരത്തിന് നല്ല ആരോഗ്യമാണ്, 10 കിലോ 20 കിലോ ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കും, പക്ഷെ എൻ്റെ മനസ്സ് തളർന്നായിരിക്കുന്നു. ഇവിടെ തളർവാദ രോഗികളില്ല, പക്ഷേ മനസ്സ് തളർന്നവരുണ്ട്, ജീവിച്ച് മടുത്തവരുണ്ട്. മുഖം ചിരിക്കുന്ന മുഖമാ, മനസ്സോ കരയുന്നതും. മുഖം കണ്ടാൽ ഓർക്കും ഈ പഞ്ചായത്തിലെ ഭാഗ്യവാനാണ് ആ പോകുന്നതെന്ന്. അടുത്ത് വിളിച്ച് മുറിയിലിരിക്കുമ്പോൾ
പൊട്ടിക്കരയാണ്. ചിരിക്കുന്ന മുഖവും കരയുന്ന മനസ്സും, തളർന്ന മനസ്സ്. വാക്യം വായിച്ചേ, രണ്ടാമത്തെ വാക്യം. ഒന്നാമത്തെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ. എവിടെ എത്തി? ഒരു പർട്ടിക്കുലർ പ്ലേസിനെ കുറിച്ച് എഴുതിയ കഫർനാമിൽ എത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വീട്ടിലുണ്ടെന്ന്, യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞ് അവിടെ വാതൊക്കെ പോലും നിൽക്കാൻ പറ്റാത്ത ജനക്കൂട്ടവും തിരക്കും, ഇരിക്കാൻ കസേരയില്ല, നിൽക്കാൻ സ്ഥലവും ഇല്ല. ഇടിച്ചു കുത്തിയ ആളാണ് യേശു ഒരു സ്ഥലത്തുണ്ടെന്ന് കേട്ടപ്പോൾ. അപ്പോൾ ഒരു മനുഷ്യൻ, മൂന്നാമത്തെ വാക്യം, അപ്പോൾ 4 പേർ. ശ്രദ്ധിച്ചു, എത്ര പേരാണ്? 4 പേർ. 4 പേർ. ഇത് 4 പേർ, 4 പുരുഷന്മാർ. ഒരു തളർവാദ രോഗിയെ ഒരു തളർന്ന് കട്ടിലേക്കട. സത്യം പറയട്ടെ, വിളമ്പിക്കൊടുക്കാൻ ഇഷ്ടം പോലെ ഭക്ഷണവും ഓടിക്കാൻ വാഹനം ഉള്ളപ്പം, നല്ല വീടും കിടക്കാൻ കട്ടിലും സൗന്ദര്യം ഉള്ളപ്പം 4 അല്ല 40 പേരുണ്ടാവും പിടിക്കാൻ. 4 അല്ല 400 പേര് വേണേ വരും ചിരിച്ച മുഖത്തോടെ. എന്നാലൊന്ന് തളർന്ന് കിടക്കുമ്പോൾ 4 പേര് പോലും ഉണ്ടാവില്ല. പിന്നെ മക്കൾക്ക് പോലും വേണ്ട, എവിടെയെങ്കിലും കൊണ്ട് ഈട്, പൈസ കൊടുത്തേക്കാം, എങ്ങനെയും നീ മനുഷ്യൻ മരിച്ചു കിട്ടിയാൽ മതി, ആർക്കും വേണ്ട. പക്ഷേ ശ്രദ്ധിച്ചോ, 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. എങ്ങനെ വന്നു? എടുത്തുകൊണ്ടുവന്നു. ഇനി ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, എല്ലാവരും ശ്രദ്ധിക്കണം. കട്ടിലിന്റെ 4 മൂലയ്ക്കും പിടിച്ചാ വന്നേ. ഞാൻ ആരാന്നറിയാവോ? കട്ടിലിന്റെ ഏതോ ഒരു മൂലയ്ക്ക് പിടിച്ച ആളാണ് ഞാൻ. ആരാണ് ഇവിടെ ശുശ്രൂഷകർ? ഈ കട്ടിലിന്റെ 4 മൂലയ്ക്കും നിൽക്കുക. ആർക്ക് വേണ്ടിയാ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവാനുഭവത്തിൽ എത്തിക്കാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ 4 മൂലയ്ക്കും പിടിച്ചവരാ ഞങ്ങൾ ആരൊക്കെയോ. അതാണ് ഈ തൊണ്ട കളഞ്ഞ് പറയുന്നത്, അതാ ഈ പാടുന്നത്, പ്രസംഗിക്കുന്നത്. 4 മൂലയ്ക്ക് പിടിച്ചാൽ മതി. അതിനകത്ത് പൊളിറ്റിക്സ് കാണിക്കരുത്. നീ ആ മുന്നിൽ, നീ കുറച്ചു നേരം പുറകെ പോയി നിൽക്കും, ഞാൻ മുന്നിൽ നിൽക്കട്ടെ. അങ്ങനെ മത്സരിച്ചായിരുന്നെങ്കിൽ ഈ കിടക്കെ കിടന്ന ആൾ നിലത്ത് പോയനെ. വളരെ ഒറ്റ മനസ്സോടെ 4 പേരും ഈ കട്ടിലേൽ ഈ രോഗിയായിട്ട് എവിടെ വന്നു? യേശു ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്നു. ഞാനിങ്ങനെ പറയട്ടെ, ഈ കട്ടിലിൻ്റെ 4 കാലയിലും പിടിച്ച് ഒരു രോഗിയെ കൊണ്ടുവന്നു, ഒരു തളർവാദ രോഗിയെ. എത്രയോ വിഷയങ്ങളും ഇതുപോലെ നമ്മൾ എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ എവിടെ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നേ. ആ രോഗിയെ പോലെ എൻ്റെ വീടിൻ്റെ വിഷയം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം, അത് ഞാൻ ഇങ്ങനെ ശ്രദ്ധയോടെ കൊണ്ടുവന്നിട്ട് മഷി പേന കൊണ്ട് എഴുതി ഇവിടെ വച്ചിരിക്കുക, ഒരു നിയോഗം പോലെ. നമ്മളും അതേപോലൊക്കെ ചെയ്തിരിക്കുന്നേ. അതിൻ്റെ എവിടെയൊക്കെയോ നമ്മൾ മൂലയ്ക്ക് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, പറഞ്ഞ് ഹല്ലേലൂയ. അവിടെ കൊണ്ടുവന്നപ്പം അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത തിരക്കോട് തിരക്ക്, ഇടിച്ചു കുത്തി. ഒരു പെരുന്നാളിനുള്ള ആൾക്കാരാണ് അവിടെ. എന്തു ചെയ്യും? നമ്മളാണെങ്കിൽ പറയും ഭയങ്കര ആളാ, പിന്നീട് ഒരിക്കലാകട്ടെ പോയേക്കാന്ന് പറയും. ഇവർ 4 പേരും ഒരു റിസ്ക് എടുക്കുവാണ്, ഒരു ഭയങ്കര സംഭവം എടുക്കുവാണ്. ഈ കട്ടിലോടെ ഈ വ്യക്തി 4 പേരും കൂടി രോഗി എവിടെ കയറ്റിയെന്നറിയാവോ? പെരയുടെ മൂടി കയറ്റി. നിസ്സാരമല്ല. നിങ്ങൾക്കൊരാളെ, ഒരു വയ്യാത്തൊരാളെ പെരയുടെ മൂടി, വണ്ടിയെ കയറ്റണേ തന്നെ എന്നാ പാടാ. വയ്യാത്തൊരാളെ ഓട്ടോറിക്ഷ കയറ്റാൻ പാടല്ലേ? വയ്യാത്തൊരാളെ ആംബുലൻസിൽ കയറ്റാൻ എന്ത് പാടാ? എത്ര ശ്രദ്ധിക്കണം. ആ സംവിധാനം, ഇന്നത്തെ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കട്ടിൽ പെരയുടെ മൂളി കയറ്റുമോ 4 പേര്? ഈ കട്ടിൽ പെരയുടെ മൂളി കയറ്റുമ്പോൾ ആ കട്ടിലേൽ ഒരാളുണ്ട്. നോക്കണം, കട്ടിൽ വീഴാതെ നോക്കിയാൽ പോരാ, കട്ടിലെ കിടക്കുന്ന ആൾ താഴെ പോകാൻ നോക്കണം. ഒന്നാമത്തെ ആൾ വയ്യാത്ത ആളാണ്, താഴെ വീണാൽ മരിച്ചു പോകും. ഈ കട്ടിൽ പെരയുടെ മൂളി കയറ്റുമ്പം ആ വീട്ടിൽ ഒരുപാട് പേരിങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ചിലർക്കൊക്കെ ചിരി വന്ന് കാണും. അമ്മമാർക്ക് എന്തു പറ്റിയാവോ? ഒരു വയ്യാത്തൊരു മനുഷ്യനെ പെരയുടെ മൂളി കയറ്റുന്നു. കളിയാക്കി കാണും, വിമർശിച്ച് കാണും, കുറ്റപ്പെടുത്തി കാണും. പക്ഷെ അതെല്ലാം കേട്ടിട്ടും ആ ഒരു വിശ്വാസം കൊണ്ടെടുത്ത സ്റ്റെപ്പാണ് അത്ഭുതമായി മാറിയത്. നിങ്ങളും നിയോഗം ഇടുന്ന് കാണുമ്പോൾ അപ്പുറത്തിരുന്ന് ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ പരിഹസിക്കും. എന്നിട്ടും പരിഹാസവും കളിയാക്കലും കുറ്റപ്പെടുത്തലും കേട്ടേച്ചും ഞാൻ മുന്നോട്ട് തന്നെയാണ് വച്ചത്. അതെനിക്കറിയാം, ഒരു അത്ഭുതത്തിൽ ചെന്ന് നിൽക്കും. അതെന്റെ അകത്തുള്ള ഉറപ്പാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഈ മനുഷ്യനെ പെരയുടെ മൂളി കയറ്റിയിട്ട് 4 പേരിൽ ഒരുത്തൻ പെരയുടെ ഓട് പറിച്ചെടുത്ത് അപ്പുറത്ത് അടുക്കി വെക്കുക. അപ്പോൾ അവിടെ എല്ലാം പട്ടികയുണ്ട്. ആ പട്ടിക അടക്കം നല്ല പണിയെടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽപ്പുണ്ട് കുറേ പേര്. ആ വീട്ടിൽ നിറച്ച ആൾക്കാരുണ്ട്.
ഇടിച്ച് നിറയ്ക്കാൻ ആൾക്കാരാണ്. അവർ നോക്കുക, കുറച്ച് പേര് ഓട് പൊളിക്കുന്നു, പട്ടിക മാറ്റുന്നു. കട്ടിലടക്കം എവിടെ ഇറക്കി? യേശു നിന്ന സ്ഥലത്തേക്ക് വീഴാതെ ബാലൻസ് ചെയ്ത് ഇറക്കി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ 4 പേരെ ശ്രദ്ധിച്ചോ? അവർ തമ്മിൽ ഒരു പൊളിറ്റിക്സും ഇല്ലായിരുന്നു, അവർ തമ്മിൽ ഒരു മത്സരവും ഇല്ലായിരുന്നു. മത്സരം ഉണ്ടായിരുന്നെങ്കിൽ ഈ കട്ടിൽ മറിഞ്ഞ് താഴെ പോയേനെ, ആൾ താഴെ പോയേനെ, അല്ലെ ആ കട്ടിൽ വീണ് താഴെയുള്ളവർക്ക് പരിക്ക് പറ്റിയേനെ. വളരെ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് പറ്റുമോ ഇതുപോലെ ഒന്ന് ഐക്യത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ? എന്നിട്ട് യേശു പറഞ്ഞ വാക്കുണ്ട്, അത് ശ്രദ്ധിച്ചിട്ട് കേട്ട് നിർത്തുക. യേശു എന്നാ പറഞ്ഞറിയാമോ? അവരുടെ വിശ്വാസം കണ്ട്. ആരുടെ വിശ്വാസം? ഈ കട്ടിലിന്റെ 4 മൂലയ്ക്കും പിടിച്ച് ഈ 4 പേരുടെ വിശ്വാസം കണ്ടു. എങ്ങനെ കണ്ടു? ഈ 4 പേരും എടുത്ത കഷ്ടപ്പാട്. ഈ കട്ടിലെ കിടക്കുന്നവനൊരു സൗഖ്യം ഉണ്ടാകാൻ, ഈ കട്ടിലെ കിടക്കുന്നവരോ ദൈവാനുഭവം ഉണ്ടാകാൻ, ഈ കട്ടിലെ കിടക്കുന്നവൻ ദൈവത്തെ ഒന്ന് അറിയാൻ എടുത്ത കഷ്ടപ്പാട് ചില്ലറയൊന്നുമല്ല. മക്കളെടുക്കുമോ ഇതുപോലെ? ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ആരൊക്കെയോ ആണത്, അല്ല ഞങ്ങൾ ആരൊക്കെയോ ആണ്. ഈ കട്ടിലെ മൂലയ്ക്ക് നിൽക്കുക. നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടാകാൻ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സൈഡിൽ പിടിച്ചോരാ ഞങ്ങൾ. ആ കട്ടിലെ ഒരു മൂലയിൽ നിങ്ങളൊന്ന് മറിഞ്ഞു വീഴാതെ, നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ. പൊളിറ്റിക്സ് കളിച്ചായിരുന്നെങ്കിൽ, രാഷ്ട്രീയം കളിച്ചായിരുന്നെങ്കിൽ ആ അനുഗ്രഹം അവിടെ ഉണ്ടാവില്ലായിരുന്നു. ആ സൗഖ്യം കിട്ടത്തിൽ 4 പേരും ഒറ്റ മനസ്സോടെ. നിങ്ങൾക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങളൊരു അത്ഭുതം കാണും. അവിടെ എഴുതിയിരിക്കുവാണ്, കട്ടിലെ കിടക്കുന്നവന്റെ വിശ്വാസം കണ്ടെന്നല്ല, ആ 4 പേരുടെയും വിശ്വാസം കണ്ടു. ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിശ്വാസം കണ്ട് വീടിനകത്തൊരു അത്ഭുതം നടക്കുകയില്ലെന്ന് ആര് കണ്ടു? നിങ്ങളുടെ വിശ്വാസം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് മഴ, അവിടുന്ന് പോന്നപ്പോൾ തന്നെ വണ്ടി കേടായി, വണ്ടി ശരിയായില്ല, യാത്രയിൽ ഉടനീളം ഛർദിയും ക്ഷീണവും പനി വരുന്നത് പോലെ എന്തെല്ലാം സഹിച്ചിട്ടാ ഇവിടെ നിന്ന് എത്തിപ്പെട്ടത്. ഇതെല്ലാം ആരും കണ്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം നീ എടുത്ത കഷ്ടപ്പാട് കണ്ടിട്ടുണ്ട്. നിന്റെ കുഞ്ഞിനൊരു രോഗമായിരുന്നിട്ടും ആ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചത് കൊണ്ടുവന്നത് സ്വർഗം കണ്ടിട്ടുണ്ട്. വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ടും അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചുകൊണ്ട് ഇവിടെ വന്നത് ദൈവം കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ തകർന്നു തരിപ്പണമായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സ്റ്റെപ്പ് മുതൽ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നേച്ച് ഒരു പേനയെടുത്ത് എഴുതി വെച്ച, കണ്ണുനീരോടെ എഴുതി വെച്ച നിയോഗം, ആ വിശ്വാസം ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ വിശ്വാസം കണ്ട്. മഴയെടുത്ത് മഴയായോണ്ട് പോകണ്ട എന്ന് വിചാരിച്ചതാ. മഴയല്ലേ, നനയത്തില്ലേ, അയ്യോ ദേഹമെല്ലാം വസ്ത്രം നനഞ്ഞു പോകും, പോണോ എന്നൊക്കെ ആലോചിച്ച പോകാൻ വേണ്ടി മുമ്പോട്ട് ആ സ്റ്റെപ്പ് എടുത്ത് വെച്ചത്. മനുഷ്യർ അയൽവാസി കണ്ടോന്ന് അറിയാൻ പാടില്ല, പഞ്ചായത്തിലെ ആളുകൾ കണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുണ്ട്. നീ വചനം കേൾക്കുമ്പോൾ പിശാചിന് പേടിയാണ്, നീ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് സന്തോഷമാണ്. പിശാചിന് ടെൻഷനാണ്, ഉത്കണ്ഠയാണ്, ഭയങ്കര ആകുലതയാണ് പുള്ളിക്ക്. പിശാചിന്, ദൈവത്തിനോ സന്തോഷമാണ്. സ്വർഗം നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു. എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്, അവരുടെ വിശ്വാസം കണ്ടു. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ വിശ്വാസം കണ്ട്, ഭാര്യ എന്ന നിലയിൽ നിങ്ങളുടെ വിശ്വാസം കണ്ട്, ഭർത്താവ് എന്ന നിലയിൽ വിശ്വാസം കണ്ട്, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്റെ വിശ്വാസം കണ്ട്, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആരുടെയൊക്കെയോ വിശ്വാസം കണ്ട് ഈ ജനം അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വളരെ ശ്രദ്ധിക്കണം. വിശ്വാസം കണ്ട ഒരു അത്ഭുതം അവിടെ ഉണ്ടായി. അങ്ങനെ ഒരു ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. ബൈബിളിൽ ഒരു വാക്കുണ്ട്, ബൈബിളിൽ ഒരു വാക്ക് ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കൊന്നും വേണ്ട. ഇന്ന് കുറേ പേര് എന്നെ കാണാൻ വന്നപ്പോഴേ എനിക്ക് ഈ ജോബിനെ എവിടെയൊക്കെയോ ഓർമ്മ വന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയവൻ, എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഭാര്യ കൂടെ നിൽക്കേണ്ടവളാണ്. ഭാര്യ പറയുകയാണ്, ഭർത്താവിനെ നോക്കിയിട്ട് പറയാം, നിങ്ങൾ പോയി ചാകു മനുഷ്യ, നിങ്ങൾ ഈ ചൊറിയും കിളിക്കൊണ്ട് ചിരട്ടയും ചൊറിയും ചാരത്തിലിരിക്കാണ്ട് നിങ്ങൾ പോയി ചാകാൻ പറഞ്ഞു. ഭാര്യ പോലും പരിഹസിച്ചു. ജോബിൻ്റെ പൈസ ഉണ്ടായിരുന്നപ്പം വലിയ വർത്താനമൊക്കെ പറഞ്ഞ ഭാര്യ ഇപ്പം എതിരായി. കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിൽക്കാത്ത സാഹചര്യം പലപ്പോൾ ഫേസ് ചെയ്യും കേട്ടോ. നമ്മൾ വിചാരിക്കും പുള്ളിയൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവുന്നു. അല്ല, ഇച്ചിരി കാര്യങ്ങളൊക്കെ മാറുമ്പോൾ എതിരായിന്ന് വരാം, എതിരാകുന്നു വരാം. ചിലപ്പോൾ മക്കൾ കൂടെ ഉണ്ടാകും പക്ഷേ എതിരായിന്ന് വരാം.
ജോബിൻ്റെ ഭാര്യ പോലും ജോബിനെതിരായി പരിഹസിച്ച് പോയി ചാകാൻ പറഞ്ഞു. അപ്പോൾ ജോബ് പറഞ്ഞു, ഞാൻ ദൈവത്തെ തള്ളിപ്പറയത്തില്ല, ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കത്തില്ല. കേട്ടോണം, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും സർവശക്തനായ ദൈവത്തെ മുറുകെ പിടിച്ച ജോബാണ് 42-ാം അധ്യായത്തിൽ ഇതിഹാസമായി മാറിയത്. ചുമ്മാ വായിച്ചു പോകല്ലേ, ചുമ്മാ പറഞ്ഞു പോകരുത്, ചുമ്മാ പ്രസംഗിച്ചു പോകരുത്. കൊണ്ട് കുറേ കാര്യങ്ങളുണ്ട് മനസ്സിലാകാൻ. ചാരത്തിലിരുന്നു, കോടീശ്വരനായിരുന്നു പുള്ളി. 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, പുള്ളി വലിയ പണക്കാരനായിരുന്നു, നാട്ടിലെ വലിയ അറിയപ്പെടുന്ന ആളായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്നത് ചാരത്തിനകത്ത് ചിരട്ട കൊണ്ട് ചിരണ്ടിക്കൊണ്ടിരിക്കുക. ആകെ ബുദ്ധിമുട്ടായിപ്പോയി. എല്ലാം തീർന്നു എന്നാണ് വിചാരിച്ച, പക്ഷേ ദൈവത്തെ മുറുകെ പിടിച്ചു. ഈ ബൈബിളിൽ ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 25-ാമത്തെ വാക്യം എന്നെ എഴുതിയിരിക്കുന്നറിയോ? ജോബ് പറയുവാണ്, എൻ്റെ ദൈവം എനിക്ക് ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ ദൈവമാണ്. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞു, ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ സമ്പത്ത് എനിക്ക് ദൈവമാണ്. എൻ്റെ മനസ്സിനകത്ത് ദൈവത്തിനും ദൈവവചനത്തിനും ഞാൻ 1-ാം സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്ഥാനം വേറൊരു ആൾക്ക് ഞാൻ കൊടുക്കത്തില്ല. ആ സ്ഥാനം വേറൊരാൾ എടുക്കാനും പാടില്ല. അത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. 1-ാം സ്ഥാനം കൊടുത്ത ആ സ്ഥാനത്ത് കയറി വേറെ ഒന്നും ഇരിക്കാൻ പാടില്ല. ആ സ്ഥാനത്ത് കയറി സ്വർണം ഇരിക്കാൻ പാടില്ല, വെള്ളി ഇരിക്കാൻ പാടില്ല, വീടിരിക്കാൻ പാടില്ല, പേരും പ്രശസ്തി ഇരിക്കാൻ പാടില്ല, സ്വർണം ഒന്നും ഇരിക്കാൻ പാടില്ല. ആ സ്ഥാനത്ത് ദൈവം തന്നെ ഇരിക്കണം. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചേ. സർവശക്തൻ നിനക്ക് സ്വർണവും വില പിടിച്ച വെള്ളിയും ആകണമെന്ന്. എങ്ങനെയാകണം? സർവശക്തനായ ദൈവം നിനക്ക് സ്വർണവും വില പിടിച്ച വെള്ളിയും. അതിന്റെ മറ്റൊരർത്ഥം, ദൈവം എൻ്റെ സമ്പത്താണ് എന്ന് പറഞ്ഞു. ദൈവം എൻ്റെ, പഴയ നിയമത്തിലെ ദാവീദ് പറഞ്ഞൊരു വാക്കാണ്, യഹോവയാണ് എൻ്റെ ബലം, എൻ്റെ സമ്പത്ത്. അതാന്നാ പറഞ്ഞേ. ഇതൊന്നുമല്ല എൻ്റെ ഇരിക്കുന്ന കസേരയോ കൊട്ടാരമോ രാജ്യമോ പടയാളികളോ സെക്യൂരിറ്റിയോ ദിവസവും കഴിക്കുന്ന ഭക്ഷണമോ കൂടെയുള്ളവരോ ഒന്നുമല്ല എൻ്റെ ബലം. എൻ്റെ ദൈവമാണ് എൻ്റെ ബലം, യഹോവയാണ് എൻ്റെ ബലം, എൻ്റെ ശക്തിയുടെ ഉറവിടമേ. അതാണ് ഉറവിടം, അതാണ് 1-ാം സ്ഥാനം. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവ സമ്പത്തായുള്ള ഗുണം ഒന്ന് കേട്ടിട്ട് നിർത്തുക. എന്താ സമ്പത്തായുള്ള പ്രത്യേകത? നിനക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണെന്നിരിക്കട്ടെ, ഒരു 2 നില വീടും ഒരു 1.5 കോടി രൂപയുടെ ഒരു വീടൊക്കെ സ്വപ്നമാണെന്നിരിക്കട്ടെ. ദൈവമാണ് നിന്റെ സമ്പത്ത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് നിനക്ക് ആ സമ്പത്തും വീടും കാറും എല്ലാം വന്നു. എന്ത് സമ്പത്ത് വന്നാലും ദൈവമാണ് നിന്റെ സമ്പത്തെങ്കിൽ ലഭിച്ച സമ്പത്തിൽ മതിമറന്ന് സന്തോഷിക്കാൻ പോകില്ല. പോകത്തില്ല. അവൻ അതിൻ്റെ മുഖത്ത് വലിയ കാര്യമായ ചിരി പോലും കാണത്തില്ല. ദൈവം സമ്പത്തല്ലാത്തവൻ അവിടെ തുടങ്ങും അഹങ്കരിക്കാൻ, വമ്പ് പറയാൻ, കിടന്ന് കളിക്കാൻ. വരുന്നവരെ മുഴുവൻ മദ്യം കൊടുത്ത് ചിരിപ്പിക്കും. വരുന്നവനെയും വീട്ടിൽ വരുന്നവനെയും ആ സന്തോഷത്തിൻ്റെ സമയത്ത് കുടിച്ച് കുടി കൊടുത്ത് മദ്യം കൊടുത്ത് കുടിപ്പിച്ച് എല്ലാവരുടെയും ചിരി നേടും. സമ്പത്ത് ദൈവമായിട്ടുള്ളവൻ എത്ര സമ്പത്ത് വന്നാലും അതിൽ വലിയ വർത്താനത്തിനൊന്നും പോകത്തില്ല. അവൻ അറിയാം ഇത് ദൈവം തന്നേന്ന്. ദൈവം സമ്പത്തായിട്ടുള്ളവന് ദാരിദ്ര്യം വന്നാലോ അവനത് വലിയ കാര്യമായതിൽ കരയാനും പോകത്തില്ല. അവൻ അത് കിടന്ന് കാറിക്കൂല, എൻ്റെ എല്ലാം പോയി, എല്ലാം തകർന്നു പോയി, എനിക്കിങ്ങനെ ഗതികേട് വന്നു, കരയാൻ പോകത്തില്ല. അവൻ അറിയാം ഇന്നങ്ങ് പോയാലും നാളെ നേരം വെളുത്ത് വരുന്ന പോലെ കാര്യങ്ങൾ മാറി മറിഞ്ഞ് വരുന്ന ദൈവം എനിക്ക് ഒരു നല്ല കാലം തരുമെന്ന് അവൻ്റെ മനസ്സിൽ അത് അവൻ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവം സമ്പത്തായിട്ടുള്ളവൻ ദാരിദ്ര്യത്തിൽ വിലവിളിക്കാനും ആത്മഹത്യയുള്ള കയർ എവിടെയാണ് ഇരിക്കുന്നത്, പെരപ്പുറത്താണോ ഇരിക്കുന്നത്, കന്നാലിക്കോഴി തപ്പിപ്പോകത്തില്ല. ദൈവം സമ്പത്തായിട്ടുള്ളവൻ വിഷക്കടയിൽ പോയി വിഷം മേടിച്ച് വായിലോട്ട് ഒഴിച്ചേക്കാം, നാളെ ഞാൻ മരിക്കും എന്ന് തീരുമാനമെടുക്കില്ല. ദൈവം സമ്പത്തായിട്ടുള്ളവന് ദാരിദ്ര്യം വരും പറയും, എൻ്റെ സമ്പത്ത് എൻ്റെ ദൈവമാ, ആ ദൈവത്തിന്റെ കരങ്ങളിൽ എനിക്ക് ഇനിയും തരാൻ സമ്പത്തുണ്ട്, എനിക്ക് ഇനിയും തരാൻ സമ്പത്തുണ്ട്. അതൊക്കെ വന്നോളും, പോയതൊക്കെ പോട്ടെ, ഇവിടെ നിന്ന് ഞാൻ മുന്നോട്ട് പോകും. സമ്പത്ത് ദൈവമായിട്ടുള്ളവന്റെ കയ്യിലേക്ക് എത്ര കോടിക്കണക്കിന് രൂപയോ സമ്പത്തോ എന്ത് സ്ഥാനമോ മാനമോ വന്നാലും ആഘോഷമായ ഒരു ചിരി പോലും കാണത്തില്ല. നമ്മൾ ചിന്തിക്കും ഇത്രയും സന്തോഷമുണ്ട്, എന്താ ചിരിയില്ലാത്തത്? എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ. ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവൻ അഹങ്കരിക്കാൻ പോകത്തില്ല. ദൈവാനുഗ്രഹം ഇല്ലാത്തവൻ അവിടെ കിടന്ന് നശിപ്പിച്ച് ആ ദൈവാനുഗ്രഹത്തെ കെടുത്തിക്കളയും. അതാ പലരും അത്രയും പൊക്കത്തിൽ നിന്ന് നേരെ താഴോട്ട് പോയത്, പലരും പുറകോട്ട് പോയത്. അതുകൊണ്ടാണ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ?
നമ്മളിവിടെ വന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. നമ്മളിവിടെ വന്നത് പ്രാർത്ഥിക്കുവാനാണ്. നമ്മളിവിടെ വന്നത് ദൈവത്തിൻ്റെ ആ ഒരു ചൈതന്യത്തിൽ ചേർന്ന് നിൽക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കേ. പഞ്ചായത്തിൽ പോയാൽ നമ്മൾ ഇടിച്ചു കയറി ചെന്നാലേ കാര്യം നടത്തിക്കൊണ്ട് പോരാൻ പറ്റുള്ളൂ. ഒരു സ്ഥലത്തൊരു എന്തോ ഒരു സാധനം കൊടുക്കുന്നുണ്ട്, ഇടിച്ചു കയറി ചെന്നാലേ കിട്ടുള്ളൂ. അവിടെ ഇടിച്ചു കയറാം. ദൈവസന്നിധിയിൽ ഇടിച്ചു കയറി വരുന്നവർക്കല്ല അനുഗ്രഹം, പിന്നെയോ ആരാധിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്. ചിലര് പറയില്ലേ, അവിടെ ചെന്നിട്ട് കാര്യമില്ല, അവിടെ കയ്യൂക്കൊള്ളോനാ കാര്യക്കാരൻ, അവിടെ ചെന്നാലോ കയ്യൂക്കൊള്ളോനാ കാര്യക്കാരൻ. ഓ, ഞങ്ങൾക്കൊന്നും ചെന്ന അവിടെ സ്ഥാനമാനോ ഇല്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥനാലയങ്ങളിൽ ദൈവം അനുഗ്രഹം കൊടുക്കുന്നത് കയ്യൂക്കൊള്ള കാര്യക്കാരനല്ല, ഇടിച്ചു കയറി ചെല്ലുന്നവനല്ല. പക്ഷെ ദൈവസന്നിധിയിൽ അസത്യസന്ധമായി ആരാധിക്കുന്നവന്റെ തേടി അനുഗ്രഹം വരും. കയ്യൂക്കൊള്ളവനല്ല അവിടെ കാര്യക്കാരൻ. ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ഒന്ന് ചേർന്ന് നിന്നേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ നിന്നേ. പഴയ നിയമത്തിലെ മോശ വാക്കു പറയുമ്പോൾ വിക്കിപ്പോകുന്നവൻ, പറഞ്ഞാൽ ക്ലിയർ ആകത്തില്ലാത്തവൻ, വാക്കു പറയുമ്പോൾ വിക്കിപ്പോകുന്നത് കൊണ്ട് വാക്കുകൾ തെറ്റിപ്പോകുന്നവൻ. മോശ വിചാരിച്ചു എനിക്ക് എവിടെ എത്താൻ പറ്റിയേലെന്ന്. പക്ഷെ ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും നിന്ന മോശയുടെ ആ വാക്കുകളെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ അകത്തളങ്ങളിൽ പോലും ശബ്ദമായി മുഴക്കി ദൈവം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, അന്നത്തെ കാലത്തെ പ്രമുഖരായ പ്രശസ്തരായ വലിയ വലിയ രാജാക്കന്മാരുടെ അരമനകളിൽ, രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ അകത്തളങ്ങളിൽ ഈ വിക്കന്റെ വാക്ക് കിടന്നിങ്ങനെ മുഴങ്ങി. ഇതുപോലെ നമ്മൾ വിചാരിക്കും നമ്മളിവിടെ എത്തില്ലെന്ന്. ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും നിൽക്കുന്നവൻ ജീവിതം ഒരു ഇതിഹാസമായി മാറും, അനുഗ്രഹമായി മാറും. ഓരോ വ്യക്തികളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ പലരും ഇരുട്ടിലും സങ്കടത്തിലും ഭാരത്തിലുമാണ്, പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്, ഭാരമുണ്ട്. ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചവരുണ്ട്. ഇന്ന് ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ശക്തി നിങ്ങളെ തൊടാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഉന്നതൻ എന്നോട് കൂടെയുണ്ട്, ഉന്നതൻ എന്നോട് കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരയിലാണേലും ഉന്നതനായ ദൈവം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ അല്പം ഉയർത്തി പിടിച്ച് ഒരുമിച്ച് പാടുകയാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും അതുകൊണ്ട് ഉന്നതനോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം. ഒരിക്കൽ കൂടി പറഞ്ഞേ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടില്ല. കാരണം ഉന്നതനോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം. ഇതൊന്ന് വിശ്വസിച്ചേ, ഇതൊന്ന് വിശ്വസിച്ചേ, ഇതൊന്ന് പ്രാർത്ഥിച്ചേ. ഇതാ പാടുന്നത്. കൂരിരുൾ താഴ്വര സത്യമാണ്. എന്റെ ജീവിതം ഇന്ന് എങ്ങനെയാ? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്റെ അവസ്ഥ എങ്ങനെയാ ഇദ്ദേഹം അറിഞ്ഞത്, എന്റെ സങ്കടം എങ്ങനെയാ ഈ മനുഷ്യൻ അറിഞ്ഞത്? ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഇതുപോലെ കൂരിരുൾ താഴ്വരെ കൂടെ നടക്കുന്നവരും വീണുപോയവരും സങ്കടപ്പെട്ടവരുമുണ്ട്. ഇന്ന് അവരെ നോക്കിയിട്ടാ പറഞ്ഞത്, കൂരിരുൾ താഴ്വരെ കൂടിയാ നടക്കുന്നെങ്കിലും ഭയപ്പെടണ്ട. എന്റെ ജീവിത പങ്കാളി അങ്ങനെയാണല്ലോ, എന്റെ മക്കൾ ഇങ്ങനെയാണല്ലോ, എന്റെ സാമ്പത്തികം ഇങ്ങനെയാണല്ലോ, എന്റെ ആരോഗ്യം ഇങ്ങനെയാണല്ലോ. കൂരിരുൾ താഴ്വരെ കൂടിയാണെങ്കിലും ഉന്നതൻ എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ ഭയപ്പെടേണ്ട. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ അല്പം കൂടെ സ്വരം ഉയർത്തി. പാട്ടിന്റെ ഭംഗിയോ താളമോ അല്ല ഇവിടുത്തെ വിഷയം. ഈ വചനം നമ്മുടെ അകത്തെത്തുകയാണ്. ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. അധര തുറന്നൊറ്റ പ്രാവശ്യം കൊണ്ടൊന്ന് പറഞ്ഞേ, കൂരിരുൾ കൂടെ നടന്നാൽ ഞാനൊരർത്ഥവും ഭയപ്പെടില്ല. കാരണം ഉന്നതനോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം. ആ ഉയർത്തിയ കരങ്ങളോടെ ഈ പാട്ട് പാടി
ഇതിൽ വിശ്വസിച്ച് നിന്നോണ്ട് ആ നിയോഗങ്ങളെല്ലാം നോക്കി ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഒന്ന് പാടിക്കേ, സൈക്കിള് പാടിക്കേ. ഉന്നതൻ എന്നോട് പറഞ്ഞു എന്ന് കൂരിരുൾ താഴ്വരെ കൂടെ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ ഉണ്ടാകട്ടെ, കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ദൈവ പ്രവൃത്തി അനുഭവിക്കാൻ കഴിയട്ടെ. കൂരിരുൾ താഴ്വരെ കൂടെ നടക്കുവാനും ഭയപ്പെടരുത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഉന്നതനോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചേ. ജോസഫ് ദൈവം കൊടുത്ത സ്വപ്നമായിരുന്നു. എന്താ സ്വപ്നം? പാടത്തെ കറ്റ, അദ്ദേഹം കൊയ്ത കറ്റ നേരെ നിൽക്കുന്നു, നിങ്ങളുടെ കറ്റയൊക്കെ വളഞ്ഞു നിൽക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ തല കുമ്പിട്ട് ആരാധിക്കുന്ന പോലെ സ്വപ്നം കണ്ടു. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കൂന്നാണോ? നിന്നെ ഞങ്ങൾ ഇപ്പൊ തീർക്കാൻ പോവാണ്, നിന്നെ ഞങ്ങൾ തല്ലി കിണറ്റിലിടാൻ പോവാ. നിന്റെ സ്വപ്നത്തിന് എന്നാ പറ്റൂന്ന്? ദൈവമാണോ നിനക്ക് ദർശനം തന്നത്? ദൈവമാണോ നിനക്ക് സ്വപ്നം തന്നത്? ആരൊക്കെ എന്തൊക്കെ എന്തു മന്ത്രവാദിയോ കൂടോത്രക്കാരനോ ക്ഷുദ്രപ്രയോഗനോ അസൂയാലുവോ പാരവെക്കുന്നവനോ ഇല്ലാവചനം പറയുന്നവനോ നാട് മുഴുവൻ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും സ്വർഗത്തിലെ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം നിന്നെ അവിടെ തന്നെ എത്തിച്ചിരിക്കും. നിനക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകൂന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ചൊരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടോ? അത് നിനക്ക് കിട്ടിയിരിക്കും. നിനക്കൊരു ജോലി കിട്ടും കുഞ്ഞെ, നീ മുന്നോട്ട് പൊക്കോ, നിന്റെ കാര്യം ഭംഗിയായി വരുമെന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ കാണുന്നത് കുഴിയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇരുട്ടും എല്ലാ ആണേലും ഉണ്ടല്ലോ. ഭയപ്പെട്ട് പുറകോട്ട് പോകല്ലേ, ഭയപ്പെട്ട് പുറകോട്ട് പോകരുത്. ദൈവം മുന്നിയാ കാണിച്ചതെങ്കിൽ നിന്റെ കാലുകൾ പുറകോട്ട് വയ്ക്കരുത്, മുന്നോട്ട് തന്നെ വയ്ക്കുക. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, കണ്ണുകളൊന്ന് അടച്ച്. ജോസഫിന്റെ കഴുത്തിൽ അടിമക്കാർ വയ്ക്കിരുന്ന നുകമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം അവനെ സ്വർണമാല ഇടിച്ചു. കൈവിരലുകൾ പണിയെടുത്ത് പൊട്ടിയ കൈവിരലുകളിൽ മുദ്രമോതിരം കയറി വന്നു. പണിയെടുത്ത്, അടിമപ്പണിയെടുത്ത് കൈവിരലുകൾ പൊട്ടിയ വിരലുകളിൽ ഒരു സ്വർണമോതിരം ഒക്കെ ഇങ്ങനെ കയറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? നിന്റെ നാളുകളെ അറിയുന്ന ദൈവം, നാളുകളിൽ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവാണ്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാമോ? എന്തുവാ നിങ്ങൾ മനസ്സിലായത്? എവിടെയാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എവിടെയാ നിങ്ങൾ പരാജയപ്പെട്ടത്? എവിടെയാ നിങ്ങൾ വീണുപോയത്? കണ്ടതും കാണിച്ചതും പ്രാർത്ഥനക്കാരും ദർശനക്കാരും ഒക്കെ പറഞ്ഞത് ഭാവിയുണ്ട്, ജീവിതമുണ്ട്, നല്ലതായി വരുമെന്ന്. പക്ഷെ എനിക്കെന്താ ഇങ്ങനെ? ആരൊക്കെ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, എന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. സാരമില്ല, നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതൊരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിനകത്ത് അത് തോന്നിയിട്ട് പോലുമില്ല. രണ്ട് കരങ്ങളും ഉയർത്തി അധരം തുറന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? സ്തുതിച്ച് ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നന്ദി പറയുന്നു. ആ കരങ്ങൾ, ആ കരം, നിങ്ങളുടെ കരം നിങ്ങളുടെ ആ ഹൃദയ ഭാഗത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചേ. എന്നിട്ട് കണ്ണുകളടച്ച് കേട്ടതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ടൊന്ന് കണ്ടേ. കുഴി കിടന്നവനാ ഇന്ന് സ്വർണമാലയൊക്കെ ഇട്ട്, മുദ്രമോതിരമൊക്കെ ധരിച്ച്, പട്ടുവസ്ത്രം ധരിച്ച് ഒരു രഥത്തിൽ എഴുന്നള്ളുവാ. അയ്യോ, പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇവൻ രക്ഷപ്പെടുമെന്ന്.
അത് നമ്മുടെ ബുദ്ധിയാണ്, അത് നമ്മുടെ ആലോചനയാണ്. ഇന്നത്തെ അവസ്ഥ കണ്ട് മനസ്സും മടുക്കരുത്. നിനക്ക് ദൈവം ഒരുക്കി ഒരു നല്ല സമയമുണ്ട്. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ. എല്ലാവരും അത് മനസ്സിൽ, നമ്മൾ ആ പ്രാർത്ഥിച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് പറയുവാണ്, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ എന്ന് പറഞ്ഞ്, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞൊന്ന് പാടിയല്ല ഒരു വധരം തുറന്ന്. നിന്ദാനം ഞാൻ പതുക്കെ പതുക്കെ പാട്. അനുഭവിച്ചു, സ്പീഡിൽ പാടരുത്. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, അതുകൊണ്ട് യേശു മതിയായവനാണെന്ന്. യേശുവേ പറഞ്ഞ്, എൻ ദൈവമേ പറഞ്ഞ്, നീ എന്നും മതിയായവൻ. സ്വരമുയർത്തി പാടാമോ? യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. അതുകൊണ്ട് നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. അതിനൊരു ഭാഗ്യം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചേ. ഇതൊക്കെ പറയാനും ഈ അനുഗ്രഹത്തിന്റെ സ്ഥലത്തൊരു അനുഗ്രഹം പറയാൻ ഒരു ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിച്ച്, ഈ അനുഗ്രഹത്തിന്റെ സ്ഥലത്ത് എനിക്കൊരു അനുഗ്രഹം പറയാൻ, സാക്ഷ്യം പറയാനല്ല, അനുഗ്രഹം പറയാൻ, അനുഗ്രഹം പറയാൻ, അനുഗ്രഹം പറയാൻ. നിനക്ക് നിന്റെ കുടുംബത്തിന് ഭാഗ്യം തരും ദൈവം. ഇന്ന് നിൽക്കുന്നത് പൊട്ടക്കിണറ്റില്ല, സാരയില്ല. ഇന്ന് നിൽക്കുന്നത് പ്രതിസന്ധിയില്ല, സാരയില്ല. ഇന്ന് നിൽക്കുന്നത് ഒന്നുമില്ലാതെയാ, സാരയില്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി, സാരയില്ല. സ്വർഗത്തിലെ ദൈവം നിനക്കൊരു ദർശനം തരുവാ. ദൈവം നിന്നെ എത്തിക്കും. തകർന്നു പോകുമെന്നല്ല ദർശനം, പരാജയപ്പെടുമെന്നല്ല ദർശനം. അവിടെ തന്നെ നിന്നെ എത്തിക്കാൻ ദൈവത്തിന് പറ്റും. അവിടെ തന്നെ ദൈവത്തിന് എത്തിക്കാൻ പറ്റും. വിശ്വസിക്കുന്നു. ദൈവം അവനെ ഒരു പട്ടുവസ്ത്രം അണിയിച്ചു എന്ന് പറഞ്ഞില്ലേ? എനിക്ക് പട്ടുവസ്ത്രമല്ല കർത്താവ് ഇപ്പോൾ വേണ്ടത്. എനിക്ക് അല്പ സമാധാനമാണ്, എനിക്കൊരു നല്ല കുടുംബജീവിതമാണ്, എനിക്ക് നല്ല ഒരു ജീവിത പങ്കാളിയാണ്, എനിക്ക് അനുഗ്രഹമുള്ള മക്കളെയാണ്, എനിക്ക് നല്ല ഒരു ആരോഗ്യമുള്ള ശരീരമാണ്, എനിക്ക് നല്ല ഒരു ജോലിയാണ്. എനിക്ക് വേണ്ടത്, എന്നെ അണിയിക്കേണ്ടത് ഇതാണ്. വിശ്വസിച്ചു നിൽക്കുക. പഴയ നിയമത്തിലെ ജോസഫ് ദൈവം കാണിച്ചു, നിനക്കൊരു നല്ല കാലമുണ്ട്, നീ ഉയർന്നു വരും, രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോ ലഭിച്ചതോ പൊട്ടക്കിണർ, ലഭിച്ചതോ നാണക്കേട്, ലഭിച്ചതോ ജയില്, ലഭിച്ചതോ അവഗണന, എല്ലാം പോയി. ഒരു നല്ല വസ്ത്രം പോലുമില്ല. ഇനി എവിടെ എത്താനാ? പക്ഷെ ദൈവം അവനെ ധരിപ്പിച്ചൊരു മുദ്രമോതിരമുണ്ട്, ദൈവം അവനെ ധരിപ്പിച്ചൊരു സ്വർണമാലയുണ്ട്, ദൈവം അവനെ ധരിപ്പിച്ചൊരു പട്ടുവസ്ത്രമുണ്ട്, ദൈവം അവനെ ഇരുത്തിയ ഒരു പല്ലക്കുണ്ട്. ഒരു പല്ലക്കിൽ അവനെ വഹിച്ചു എന്നാണ്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാമോ? ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ അനുഗ്രഹം കയറി വരട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിലുള്ള ഭവനത്തിലുള്ള ബന്ധനങ്ങൾ പൊട്ടിപ്പോകും, തിന്മയുടെ സ്വാധീനങ്ങൾ പൊട്ടിപ്പോകും. നിങ്ങൾ സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. എല്ലാവരും അധരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു.
എല്ലാവരും പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കുന്നു, എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. എന്താ പാടിയെന്നൊന്നും കൂടെ ശ്രദ്ധിച്ചേ. നിന്നതല്ല പിന്നെയോ ദൈവം നമ്മെ നിർത്തിയ. ഇതെപ്പോഴാണോ ഒരാൾ മറന്നു പോകുന്നത് അന്ന് അയാൾ തോക്കും കേട്ടോ. ഇതെപ്പോഴാണോ ഒരാൾ മറന്നു പോകുന്നത്, ഞാൻ നിന്നതാ എന്ന് ചിന്തിക്കുമ്പോഴല്ല, ദൈവം എന്നെ നിർത്തിയതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് എല്ലാ അനുഗ്രഹവും ആകുന്നേ. എനിക്കൊരു നല്ല വീട് വെക്കാൻ പറ്റി, ദൈവം എനിക്ക് തന്നതാ. എനിക്ക് രാജ്യത്ത് പോകാൻ പറ്റി, എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ എത്തി, എനിക്ക് ഇന്നതുപോലെ കാര്യങ്ങൾ. നിന്നതല്ല പിന്നെയോ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്ന് നിനക്ക് ഇവിടെ ഒരു വീടുണ്ട്, ആ രാജ്യത്തൊരു വീടുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്. നേടിയതല്ല, ദൈവം നിനക്ക് തന്നതാണ്. ദൈവം നിനക്ക് തന്നതാണ്. അല്ല, ഞാൻ അധ്വാനിച്ചിട്ട് മേടിച്ചതല്ലേ, ഞാൻ പണിയെടുത്തിട്ട് മേടിച്ചതല്ലേ. ആ പണിയെടുക്കാനുള്ള ആരോഗ്യം തന്നത് ദൈവമല്ലേ. അത് നിനക്ക് തന്നത് ദൈവമാണ്. അതുകൊണ്ട് എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ച്, നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്ന. എന്റെ കൂടെ എല്ലാവരും ചേർന്ന് പാടിയേ. നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം നന്നത്. ഒരിക്കൽ കൂടി, നിന്നതല്ല പറഞ്ഞേ, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. ആമേൻ. നടത്തിയ വിധങ്ങളെയൊക്കെ ഓർക്കണം, ദൈവം തന്ന അനുഗ്രഹത്തെ ഓർക്കണം. അതെല്ലാം അനുഗ്രഹത്തിൻ്റെ ഒരു പടിയാണ്. എല്ലാവരും ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ നിയോഗ പ്രാർത്ഥന 5 പ്രാവശ്യം ചൊല്ലി, നിങ്ങൾ നിയോഗത്തിൽ മേടിച്ച് ആ നിയോഗ തിരി ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിലെടുക്കുക. നിങ്ങളൊരു നിയോഗം പ്രാർത്ഥനയിൽ വെച്ചവർ പ്രത്യേകം പ്രാർത്ഥിക്കുക. ആ തിരി കയ്യിലെടുത്ത് പിടിക്കുക. എന്നിട്ട് പറയുക, കർത്താവേ, ഈ തിരി എൻ്റെ ഭവനത്തിൽ പോയി ഞാൻ കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ വെളിച്ചം പ്രസരിക്കുന്നത് പോലെ ചില അത്ഭുതങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. എന്നിട്ട് നിങ്ങളുടെ ആ നിയോഗത്തെ മനസ്സിൽ കണ്ടേ. എന്തു കാര്യവുമാകട്ടെ, സൗഖ്യമാകട്ടെ, ശാരീരികമായ ഒരു വിടുതലാകട്ടെ, കുടുംബത്തിൽ ഒരു സമാധാനമാകട്ടെ, സാമ്പത്തിക വിടുതലാകട്ടെ, ഇന്നും ജീവിക്കുന്ന നസ്രായനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ഉണ്ടാകും. സകല തിന്മകളുടെ എല്ലാ ബന്ധനങ്ങളും പൊട്ടിപ്പോകും. സർവശക്തനായ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് എന്റെ ഒപ്പം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. നസ്രായനായ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. നസ്രായനായ എന്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും അങ്ങിപ്പോൾ സ്വീകരിച്ച് എനിക്ക് അനുഗ്രഹമാക്കണമേ, സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. തടസ്സമൊക്കെ മാറട്ടെ, നിങ്ങൾക്കൊരു ഒരു ജോലി ലഭിക്കാൻ ഇടവരട്ടെ, ആ പ്രതിസന്ധികൾ മാറട്ടെ, ആ വിൽപ്പന തടസ്സം മാറട്ടെ,
മാറട്ടെ, ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറട്ടെ, ആ ശാരീരിക ബുദ്ധിമുട്ട് മാറട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നസ്രായനായ എൻ്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് ഇപ്പോൾ സാധിച്ചു തരണം. നസ്രായനായ എൻ്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് ഇപ്പോൾ സാധിച്ചു തരണം. നസ്രായനായ എൻ്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും ഇപ്പോൾ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണം. ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ നിയോഗം സാക്ഷ്യമാകുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ നിയോഗം സാക്ഷ്യമാകും. എന്റെ നിയോഗം സാക്ഷ്യമാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.